ഞങ്ങൾ ഒന്നിച്ച് ജ്യോതിഷം പഠിച്ച ആളാണ്. പുള്ളി അത് കഴിഞ്ഞിട്ട് പുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ദുബായിലേക്ക് ജോലി കിട്ടി അങ്ങനെ പോയി. ഇപ്പം തിരിച്ച് നാട്ടിൽ വന്നു. എല്ലാ ബാധ്യതകളൊക്കെ തന്നെ വളരെ അഡ്വാൻസ് ലെവലിൽ പുള്ളി പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, കീർത്തന ആസ്ട്രോളജിയുടെ പേരിൽ നമുക്ക് KP ആസ്ട്രോളജി പഠിപ്പിക്കുന്നതിന് വിരോധമുണ്ടോ, സാറിൻ്റെ സ്ഥാപനത്തിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റും. നമ്മൾ യാതൊരു വിരോധവുമില്ല, നല്ല കാര്യമാണ്. ഞങ്ങൾ തന്നെ വർഷങ്ങളായിട്ട് 90 കൊല്ലമുള്ള ബന്ധമാണ്. അദ്ദേഹം കൊല്ലത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓൺലൈനിലാണ് ക്ലാസ് എടുക്കുന്നത്. ജൂൺ മാസത്തിൽ ക്ലാസ് തുടങ്ങും. സോൺ ഗംഗാധരൻ പേര് നമ്മുടെ ഇതിലുണ്ട്, ഗ്രൂപ്പിലുണ്ട്. പുള്ളി ഇന്നൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സാറേ ഒരു പേര് അപ്പോൾ സോൺ ഗംഗാധരൻ എന്നാണ് പേര്. അദ്ദേഹം ക്ലാസ് എടുക്കാൻ റെഡിയായിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് കീർത്തന ആസ്ട്രോളജിയുടെ പേരിലായിരിക്കും അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ കഴിയുന്നതും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സബ്ജക്റ്റുമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ഇനിയിപ്പോൾ ഇവിടുത്തെ ക്ലാസ് ഇപ്പോൾ തീർന്നാലും ഏത് സമയത്തും ഇവിടെ വരികയും നമുക്ക് ഡിസ്കസ് ചെയ്യുക, അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് ഓൺലൈനിലുള്ള മെസ്സേജ് അയക്കാം, പുള്ളിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാം. പിന്നെ വേറെ ഇത് കാരണം ഇത് ഒരു ഓൾ ഇന്ത്യ ലെവലുള്ള ഒരു ഇതായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇതിനാണ് കിട്ടും. നമ്മളെ ഈ കീർത്തന ആസ്ട്രോളജി അതിൽ ആ ഗവൺമെൻറ്റിലേക്ക് അഫിലിയേറ്റ് ചെയ്യാനുള്ള പ്ലാൻ. അപ്പോൾ കീർത്തനയുടെ സർട്ടിഫിക്കറ്റ് കൂടാൻ, കീർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നൊരു സ്ഥാപനമാണ്. മറ്റേതല്ല, ഓൾ ഇന്ത്യ ലെവലിൽ പുള്ളി അതിൻ്റെ ഡിസ്കഷനിലാണ്. ട്രിവാൻഡ്രത്ത് അതിൻ്റെ ഓഫീസുണ്ട്. ഇന്ന് അങ്ങോട്ട് പോവാണ്, രാവിലെ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു സർട്ടിഫിക്കറ്റും കീർത്തന ആസ്ട്രോളജിൻ്റെ പേരിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് അദ്ദേഹത്തിനെ ഞാനൊന്ന് പ്രൊമോട്ട് ചെയ്യാം, അദ്ദേഹം നമ്മളെയും പ്രൊമോട്ട് ചെയ്യാം, നമ്മളെല്ലാവരും ഒന്നിച്ച് മുമ്പോട്ട് പോകും. അതാണ് ആഗ്രഹമുള്ളത്. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിലേക്ക് ചേരുക. ഞാൻ കണ്ടു, ഞാൻ കണ്ടു എല്ലാവരും. ഇന്നൊരു മെസ്സേജ് അയച്ചായിരുന്നു, കണ്ടായിരുന്നു. എന്താ അറിയോ? നേരിട്ട് അറിയോ? ഞാനും പുള്ളിയായിട്ട് എന്താ ബന്ധം വെച്ചാൽ, പുള്ളി ട്രാക്കൊക്കെ പുള്ളി എഞ്ചിനീയറെ വന്ന് ജോയിൻ ചെയ്തതാണ്, ട്രെയിനിങ് എഞ്ചിനീയറായിട്ട് വന്ന് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ കൂടിയാണ്, ഞാനവിടെ സീനിയർ ലെവലിൽ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ വന്നത് പുള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ട് കുട്ടികളില്ല. അപ്പോൾ കുട്ടികളില്ലാത്തൊരു വിഷമത്തിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാനന്ന് ജ്യോതിഷം കുറച്ച് നോക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. ഇന്ന സമയമാകുമ്പോഴത്തേക്ക് കുട്ടിയുണ്ടാവും, ഒരു കുട്ടിയല്ല 2 കുട്ടിയുണ്ടാവും എന്ന് പറഞ്ഞു. പരിഹാരം പറഞ്ഞു കൊടുത്തു. ഒന്നുമില്ല, സന്താനഗോപാലം പൂർണ്ണത്തേജനെടുത്ത് തിരുവോണ നാളിലുള്ള ഇതിനാണ് സന്താനഗോപാല അർച്ചന. അത് ചെയ്തു. ഞാൻ പറഞ്ഞ പീരീഡിൽ അദ്ദേഹത്തിന് പെൺകുട്ടി ജനിച്ചു. കുട്ടി വലുതായി, അദ്ദേഹത്തിന് ദുബായിൽ ജോലി കിട്ടി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ കല്യാണം, പിന്നെ ഒരു ആൺകുട്ടി കൂടി ജനിച്ചു. ഈ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നില്ല. അപ്പോഴും വീണ്ടും നമ്മുടെ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ തന്നെ ഇത് ചെയ്യാമെന്ന്. അങ്ങനെ വീണ്ടും ചെയ്തു. ആ പെൺകുട്ടിയെ പ്രസവിച്ചു. ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് ഞാൻ കൊല്ലത്ത് പോയിരുന്നു. ഞങ്ങൾ ബന്ധം അതാണ്. ആ കുട്ടികളായിട്ട് പുള്ളിക്ക് കുട്ടിയില്ലാത്ത സങ്കടം. അപ്പം പരിഹാരം പറഞ്ഞു, ഇതൊന്നും നമ്മളെ കഴിവല്ല, ദൈവാധീനമാണ്. കുട്ടിയുണ്ടായി. ആ കുട്ടിയുടെ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമല്ലേ. അത് കഴിഞ്ഞു ആ കുട്ടിക്ക് കുട്ടിയായ സമയത്ത് ആ കുട്ടിയായിട്ട് പുള്ളി വീട്ടിൽ വന്നത്. അതിപ്പോൾ നമ്മളെ ആയുസിൻ്റെ ഒരു ഭാഗ്യം, ദൈവാധീനം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല നല്ല ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടാൽ ഈ ഫീൽഡിൽ നമ്മളൊന്നും പഠിച്ചിട്ടില്ല, നമ്മൾ പഠിച്ച് കഴിയേയില്ല, പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പഠിക്കണമെന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. എല്ലാവരും സഹകരിക്കുക. ഞാൻ പുള്ളിയോട് ചോദിക്കണം, എങ്ങനെയാണ് ഫീസ് എങ്ങനെയാണെന്ന് ചോദിക്കണം. ഞാനത് ചോദിച്ചിട്ടില്ല, എന്നോട് ചോദിച്ചു. നമ്മൾ ദേവിലാസ്കം വളരെ റീസണബിളായിട്ട് നമ്മളെ ലക്ഷ്യം എല്ലാവരും ഈ ഫീൽഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം, അല്ലാതെ പൈസ ഉണ്ടാക്കാനുള്ള ലക്ഷ്യം അല്ല. അറിയോ പുള്ളിനെ? അറിയോ? സോൺ ഇപ്പോൾ പുള്ളിക്ക് 2 മക്കളും ജോലിയായി, 2 മക്കളെയും കല്യാണം കഴിഞ്ഞു. ഇനി വേറെ ബാധ്യതകളൊന്നുമില്ല. 2 ആഴ്ച മുമ്പുള്ള മദറിലോ മരിച്ചു. അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൊല്ലത്താണ്. ഞാൻ പോയിട്ട് കൃഷ്ണമേനയിൽ പോയിട്ട് ഓൺലൈനിലാണ് ക്ലാസ്. ഇവിടെ വന്നിരുന്നില്ല, ഓൺലൈനിലാണ് ക്ലാസ്. ആ സാറിന്ന് വിളിച്ചു എന്ന് പറഞ്ഞു. സാറിന് എന്തോ ഒരു പ്രശ്നം എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ വിളിച്ചിരുന്നു. അപ്പോൾ അല്ല ഇതിലെന്താ
പറയാമെന്ന് വെച്ചാൽ ഈ ഒരു സൗകര്യം നാളെ കിട്ടണമെന്നില്ല. ഇപ്പം ആൾക്കാർ കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞ് കുട്ടി മതി എന്ന് പറയുന്ന കാലമാണ്. 5 കൊല്ലം കഴിഞ്ഞാൽ കുട്ടി ഉണ്ടാവണമെന്നില്ല, ഇല്ലേ? തമിഴ്നാട് ബേസ് അല്ല സാറ് KP അസ്ട്രോളജി എന്നൊരു മെത്തേഡ്. നമ്മൾ പഠിക്കുന്നത് ഉള്ള അസ്ട്രോളജി അല്ലാതെ KP അസ്ട്രോളജി, രാമൻസ്, അയനാംശം, അങ്ങനെ പല മെത്തേഡുണ്ട്. സുമേഷ് പറഞ്ഞു കൊടുക്കും, ഒന്ന് പറഞ്ഞു കൊടുക്കും, ഒന്ന് പറഞ്ഞു കൊടുക്കും എന്താണ് KP അസ്ട്രോളജി. ഇതാണ് KP അസ്ട്രോളജി എന്ന് പറയുന്നത്. ഇത് കഴിയത് നമ്മളെപ്പോഴും കഴിയുന്ന കൂട്ടത്തിൽ തന്നെ പഠിക്കണത്. ഇതിപ്പോൾ വാട്സാപ്പിൽ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. എന്താ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ 11:30 കാണുന്നതാണ്, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ പറഞ്ഞാൽ 90 കൊല്ലമുള്ള ബന്ധമായിരുന്നു. ആ ബന്ധം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശരി. KP പഠിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. KP അസ്ട്രോളജി ഞാൻ കേട്ടിട്ടില്ല. കൃഷ്ണമൂർത്തി പദ്ധതി എന്ന് പറയും, അത് അദ്ദേഹം ആയിട്ടുണ്ടാക്കിയ ഒരു പദ്ധതിയാണ്. പിന്നെ വേദിക് ആസ്ട്രോളജിയിൽ പലപ്പോഴും ഒരുപാട് കോമ്പിനേഷൻസും ഒരുപാട് സാധ്യതകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് ഉണ്ടാക്കിയതും പണ്ട് പരാശര മഹർഷിയുടെ സമയത്ത് ഉണ്ടാക്കിയതാണ്. അപ്പം അത്രത്തോളം ബുദ്ധി ആളുകൾക്ക് ഇന്നില്ലെന്നാണ് പറയുന്നത്. പരാശരി മനസ്സിലാക്കാൻ അത്ര പ്രാപ്തി ആളുകൾക്ക് ഇന്നില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നാണ് KP ഒക്കെ ഉണ്ടാകുന്നത്, പുതിയ സിസ്റ്റങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ ഈ കാലത്ത് ജീവിക്കുന്നവർക്ക് അത്രയും തപസ്സുമില്ല, അത്രയും യോഗ്യതയില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ചില ഫോർമുലാസ് ഉപയോഗിക്കുന്നത് പോലെ സിംപ്ലിഫൈ ചെയ്ത് ചില ഫോർമുലാസ് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് റിസൾട്ട് എടുക്കാൻ പറ്റിയ ഒരു പദ്ധതിയാണ് ഇത്. എസ്പെഷ്യലി ഇത് ഉപയോഗിക്കുന്നത് ഈ ഇവൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാനാണ്. അതായത് ഇപ്പം കല്യാണം നടക്കും, കുട്ടികളൊന്നും ഉണ്ടാകും, ജോലി എന്ന് കിട്ടും, അങ്ങനെയുള്ള ഇവൻറ്റ്സ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി KP വളരെ ആക്യുറേറ്റ് ആണെന്നാണ് പറയുന്നത്. എല്ലാവരും പഠിച്ചവരെല്ലാവരും പറയുന്നത് വളരെ അതൊരു ആക്യുറസി ഉണ്ടെന്നാണ് പറയുന്നത് KP ആസ്ട്രോളജി. ആരും അങ്ങനെ ഒരു തെറ്റ് പറഞ്ഞ് കാണുന്നില്ല. പിന്നെ ഒരു പദ്ധതി വേറൊരു പദ്ധതിക്ക് എതിരെ നിൽക്കില്ല. അതായത് ജ്യോതിഷത്തിൽ പല സിസ്റ്റം ഉണ്ട്, ജൈനി സിസ്റ്റം ഉണ്ട്, KP ഉണ്ട്, ഈ പറഞ്ഞ പോലെ പരാശരി ഉണ്ട്, അങ്ങനെ പല സിസ്റ്റങ്ങളുണ്ട്. പക്ഷെ നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒരു സിസ്റ്റം വേറൊരു സിസ്റ്റത്തിന് എന്താ പറയുക നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പോലെ തോന്നില്ല, പകരം കോംപ്ലിമെൻ്ററി ആയിട്ടേ തോന്നുള്ളൂ. അതായത് ഇത് തന്നെയാണോ ഇതിലും പറയുന്നത്, ഇത് തന്നെയാണല്ലോ ഇതിലും പറയുന്നതെന്ന് തോന്നും. ഭൃഗു നന്ദി നാടി ഉണ്ട്, BNN ഉണ്ട്, എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. കാര്യം നമ്മൾ പരാശരി കാണുന്നൊരു റിസൾട്ട് സെയിം സാധനം എടുത്ത് BNNൽ നമ്മൾ നോക്കുമ്പോൾ അതിലും ഇതിൽ എന്താണോ പറയുന്നത് അതിന് അനുയോജ്യമായിട്ട് ഇതിലും പറഞ്ഞു കാണും. അങ്ങനെയും കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒന്നും മറ്റൊന്നിന് എതിരെ നിൽക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുന്നേ കണ്ടിട്ടുള്ളൂ. കാര്യം രണ്ട് ഡിഫറെൻറ്റ് രീതികളാണ് ഉപയോഗിക്കുന്നത്. രണ്ടും സെയിം റിസൾട്ടിലോട്ട് തന്നെ കൊണ്ടുവരും. അങ്ങനെ കണ്ടേക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഈ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യണം, മനസ്സിലായോ? പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആളുകൾ വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താ, എപ്പോൾ എൻ്റെ കല്യാണം നടക്കും, എപ്പോൾ കുട്ടി ഉണ്ടാവും, എപ്പോൾ ജോലി കിട്ടും, എപ്പോൾ വിദേശത്ത് പോകും, ഇങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ, വളരെ പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഈ KP ഹെൽപ്പ് ചെയ്യും. KP വളരെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. ഈ വേദിക്കിൽ ഉപയോഗിക്കുന്ന ഒരുപാട്, ഇപ്പോൾ വേദിക്ക് നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അത് അവിടെ നിൽക്കുന്നു, ഇത് ഇവിടെ നിൽക്കുന്നു, മറ്റേത് ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഏതിൻ്റെ റിസൾട്ട് പറയുന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വരും. അത് ഒരുപാട് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമേ വേദിക്കിൽ അത് ക്ലിയർ ആയിട്ട് വരുള്ളൂ. പക്ഷേ KPയിൽ കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും, റിസൾട്ട് പറയാൻ പറ്റും. KPയുടെ പ്രത്യേകത. ഞാനേതായാലും ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കണം. ഇതിനകത്ത് എഴുതിയില്ല, 1 ഇയർ കോഴ്സാണ്. 1 ഇയർ കോഴ്സാണ്. ആഴ്ചയ്ക്ക് ഒരു ക്ലാസ് ഉണ്ടാവും, ഒരു ക്ലാസ്. 1 ഇയർ കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ, നമ്മളിത് പഠിച്ച് തീർന്നു എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ കിട്ടുന്നു. ഒരു സെമിനാറുണ്ട് എറണാകുളത്ത്, നമ്മൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. സോ വി വിൽ ഗെറ്റ് സംതിങ് ന്യൂ. ഇപ്പം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് പഠിച്ചു, എൻ്റെ പഠിപ്പ് കഴിഞ്ഞു എന്നല്ല, വേറൊരു ഗുരുനാഥൻ പഠിപ്പിക്കേണ്ട അവിടെ പഠിപ്പില്ല. അങ്ങനെ എവിടെയൊക്കെ കിട്ടുമോ അവിടെയൊക്കെ പഠിച്ചാൽ വി വിൽ ഗെറ്റ് അവർ ഓൺ, നമ്മുടേതായ ഒരു രീതി നമുക്ക് കിട്ടും. അതിന് ദൈവാധീനം ഇല്ലേ? 5 ക്ലാസ് 5 ആളുടെ 5 ഗുരുനാഥൻ്റെ അടുത്ത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 6ാമതായിട്ട് നമുക്കിത് ജാതകം നോക്കുന്ന സമയത്ത് നമ്മുടേതായ ഒരു വ്യൂ വരും. അത് നമ്മുടെ ദൈവാധീനമാണ്. ആ വ്യൂവിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും.
അപ്പോൾ ഈ ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചിട്ട് മറ്റേ ഗുരുവിൻ്റെ അടുത്ത് പോകാൻ പാടില്ല, അവിടെ പോകണം. എവിടെയൊക്കെ അവസരം കിട്ടുമോ, പിന്നെ ഓൺലൈനിൽ എവിടെയൊക്കെ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ പഠിക്കും. അപ്പോൾ തെറ്റുകൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ധനുക്കൂറുകാർക്ക് ഈ വ്യാഴം മാറുന്നത് അനുകൂലമല്ല. വ്യാഴം 12 അല്ല 8 വരികയാണ് ധനുക്കൂറിൻ്റെ. അപ്പോൾ 8 വരുന്നത് ആ വ്യാഴം 12 നോക്കും. അപ്പോൾ ഞാൻ ധനുക്കൂറുകാരനായതുകൊണ്ട് ഞാൻ മിക്കവാറും നമ്മുടെ കാര്യം പോക്കാണ് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഒരാൾ ഒരു മെസ്സേജ്, നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ ഒരു മെസ്സേജ് അയച്ചു, സാറിൻ്റെ ധാരണ തെറ്റാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ വേറൊരു ആളുടെ അയച്ചൊരു മെസ്സേജ് എനിക്ക് അയച്ചു. അപ്പോൾ പറയണത് എന്താ വെച്ചാൽ ഈ അഷ്ടമത്തിൽ വരുന്ന വ്യാഴം അത് ഉച്ചനായ വ്യാഴമാണ്. ഉച്ചനായ വ്യാഴം ഒരിക്കലും ഒരാൾക്ക് ദോഷം ചെയ്യില്ല. ഒരു ഞാഞ്ഞൂല് കളിക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷേ നല്ല ആളാണെങ്കിൽ അങ്ങനെ ഉച്ചനായ വ്യാഴം എന്ന് പറയും. ഈ ഉച്ചനായ വ്യാഴം ധനുക്കൂറുകാരൻ്റെ 4 നോക്കും. ഇപ്പം കണ്ടകശനിയാണ് ധനുക്കൂറുകാരൻ. 4 വ്യാഴം നോക്കുന്ന സമയത്ത് ആ ഭാവത്തിൻ്റെ അധിപൻ ഭാവത്തിലേക്ക് നോക്കുക. അപ്പോൾ ഈ ധനുക്കൂറുകാർക്ക് ഇപ്പോൾ മിക്ക യൂട്യൂബ് ചാനലിൽ വരുന്ന ധനുക്കൂറുകാർക്കും അതുപോലെ വൃശ്ചിക ലഗ്നം വൃശ്ചികക്കൂറുകാർക്കൊക്കെ വളരെ നല്ലതാണ്. വൃശ്ചികക്കാർക്ക് ഇപ്പോഴേ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അത് നേരെ പോയിട്ട് 9 വരികയാണ്. 9 വന്നാൽ നേരെ കൂറിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാലേ നമ്മൾ എവിടെയെങ്കിലും എത്തുള്ളൂ. അപ്പോൾ പഠിക്കുന്നതിന് യാതൊരു എന്തായാലും നമ്മൾ ജീവിച്ചു പോകണം. ആ സാറേ ഇത് കഴിയാൻ പോകണം. ഇത് കഴിയുമ്പോൾ അദ്ദേഹം ക്ലാസ്സില്ലെങ്കിൽ സാറെന്ത് ചെയ്യും? അല്ല, നമ്മളെന്താ വെച്ചാൽ ഒരു ആധികാരികമായ ഒരാളുടെ അടുത്ത് പഠിക്കുന്നതാണ് നല്ലത്. ആദ്യകാലം അവിടെ നിന്ന് അതും ഇതും കേട്ട് പഠിച്ചപ്പോൾ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കാര്യം വരുന്നുണ്ട്. അത് കേട്ടിട്ട് ഒരുപാട് ആളുകൾ വിഷമിക്കുന്നുണ്ട്. കാരണം പലരും ചാനൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പലതും പറയുന്നുണ്ട്. എന്താ അഭിപ്രായം? അപ്പം നമ്മളങ്ങനെ കേട്ട് കഴിഞ്ഞാലേ നമുക്ക് പുതിയ പുതിയ അഭിപ്രായങ്ങൾ വരുള്ളൂ. നമ്മൾ പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ജോയിൻ ചെയ്തൊക്കെ തോന്നുന്നു ഇഷ്ടം, ചെയ്യോ ചെയ്യാതിരിക്കും, പക്ഷേ അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് മാത്രമേ എനിക്ക് പറയാം. ശരി, ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ 1ഉം 2ഉം ഭാവങ്ങൾ എടുത്തു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് മൂന്നാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ഇരിക്കുമ്പോൾ എന്താണ് റിസൾട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് സാർ ഏതെങ്കിലും ഒരു ജാതകം എടുത്തിട്ട് നമുക്ക് ജാതകം വിശകലനം ചെയ്യാം. സാർ അങ്ങനെ പോരെ? മൂന്നാം ഭാവം കംപ്ലീറ്റ് എടുക്കുന്നില്ല. മൂന്നാം ഭാവത്തിൽ ഗ്രഹങ്ങൾ ഇരിക്കുന്നു പറയുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, ഏതെങ്കിലും ജാതകം വിശകലനം ചെയ്യുന്നു. അടുത്ത ആഴ്ച നമുക്ക് മൂന്നാം ഭാവാധിപൻ വിവിധ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഉള്ള കാര്യം സംസാരിക്കാം. ഓക്കെ, മൂന്നാം ഭാവം എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? മൂന്നാം ഭാവം അല്ലേ? സഹോദരൻ അല്ലേ? ശരിയാണ്, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി അല്ലേ? അത് കൂടുതൽ എങ്ങനെ വരാനാണ്? നമ്മുടെ മൂത്ത സഹോദരനായിട്ടോ ഇളയ സഹോദരൻ? പിന്നെയോ ധൈര്യം, കറേജ്. അങ്ങനെ തന്നെ അല്ലേ ധൈര്യം എഴുതുന്നത്? പിന്നെ അതെ, വിക്രമം അല്ലെങ്കിൽ പരാക്രമം. പിന്നെയോ അതെ, അതായത് ട്രാവലാണ്. എങ്ങനെ? ചെറിയ ദൂരങ്ങൾ അല്ലേ? യാത്രയാണ്, ഇങ്ങനെ ചെറിയ ദൂരങ്ങൾ കേട്ടോ. ഇനി മറ്റെന്തെങ്കിലും? ബാഹുക്കൾ അല്ലേ? കണ്ണാണോ ചെവിയാണോ? നമ്മുടെ ബാഹുക്കൾ അല്ലേ? അതായത് ഈ കൈ ബാഹുക്കൾ എന്ന് പറഞ്ഞാൽ കാലപുരുഷന്റെ അവയവം നമ്മൾ പഠിച്ചിട്ടില്ലേ? തല എന്ന് പറയുന്നത് അത് വെച്ചിട്ട് കാലപുരുഷന്റെ അവയവം വെച്ചിട്ട് മൂന്നാം കഴുത്തും കൈകൾ. ബാഹു ഇവിടുന്നല്ലേ തുടക്കുന്നത്? അപ്പൊ ഈ ബാഹുക്കൾ ശരിക്കും നമ്മുടെ ബാഹുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സഹോദരങ്ങളാണ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും? ആ ശരി. ഇനി എന്തെങ്കിലും?
ഇനി എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ 2 കാര്യങ്ങൾ പഠിച്ചാൽ മതി. 3-ാം ഭാവത്തിന്റെ സ്വഭാവം എന്തൊക്കെയാണ്, പിന്നെ അവിടെ നിൽക്കുന്ന ഗ്രഹത്തിന്റെ സ്വഭാവം എന്താണ്. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ റിസൾട്ട് പലപ്പോഴും വരുന്നത്. പിന്നെ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത്, ഗ്രഹത്തിന് അനുയോജ്യമായ രാശിയിലാണോ പ്രതികൂലമായ രാശിയിലാണോ അല്ലെങ്കിൽ അത് നീചത്തിലാണോ ഉച്ചത്തിലാണോ എന്നുള്ളത്, ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ റിസൾട്ട് പറയുന്നത്. അപ്പോൾ പരമാവധി ഇതിന്റെ 3-ാം ഭാവത്തിന്റെ സിഗ്നിഫിക്കൻസ് എല്ലാം കമ്മ്യൂണിക്കേഷൻ, അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം, വളരെ പ്രാധാന്യമുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ. പിന്നെയോ വേറെ എന്തെങ്കിലും? ഞാൻ എഴുതട്ടെ? അതാ എഴുതാൻ പോയത്. ഹാർഡ് വർക്ക്. അതായത് ഒരാളുടെ എഫേർട്ട്. ഇനി വേറെ ഒരു കാര്യം കൂടി പറയാം. ഈ 3-ൽ നിൽക്കുന്ന ഗ്രഹം എവിടത്തേക്കാണ് നോക്കുക? 3-ൽ ഒരാൾ നിൽക്കുക. ഒരു ചാർട്ടും കൂടി വെറുതെ ഒരു ചാർട്ട്. 3-ൽ നിൽക്കുന്ന ആൾ എങ്ങോട്ടേക്ക് നോക്കും? അവിടെ ഒരാൾ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഇതാണ് ലഗ്നം കേട്ടോ. ഇവിടെ ഒരു ഗ്രഹം നിൽക്കുന്നു വിചാരിക്കാം. ഏത് ഗ്രഹമാണെങ്കിലും ഇയാളുടെ എത്രയിലോട്ട് നോക്കും? ഇങ്ങോട്ടല്ലേ, ഏഴിലോട്ടല്ലേ നോക്കും? ഇത് ഇയാളുടെ എത്രയാ? ഇത് 1ആണെങ്കിൽ അപ്പൊ 3-ൽ നിൽക്കുന്ന ഗ്രഹം നോക്കുന്നത് എങ്ങോട്ടാ? ഏത് സ്ഥാനത്തോട്ടാ? ഭാഗ്യത്തിലേക്കാ. പല വലിയൊരു സംഭവമുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ ഭാഗ്യവും തമ്മിൽ ബന്ധം. ഓക്കെ, അതൊരു വലിയ കാര്യമാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടുമോ ഇല്ലയോ അല്ലേ? ഇവിടെ ഒരുപാട് ആൾക്കാർ വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, റിസൾട്ടില്ല. അതേസമയത്ത് ഇവിടെ 3-ന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ആ 3-ൽ ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ നേരെ 9-ലേക്ക് നോക്കുകയാണെങ്കിൽ വർക്കിന് നമുക്ക് ഫലം കിട്ടും. അപ്പോൾ പാപഗ്രഹമാണ്, പാവം ലഗ്നമൊക്കെ നോക്കിയിട്ട് വേണം. ഇതിപ്പോൾ റഫായിട്ട് എടുത്തിരിക്കുകയാണ്. അതായത് ആ ഗ്രഹത്തിന്റെ പൊസിഷൻ, ഗ്രഹം വെൽ പ്ലേസ്ഡ് ആണ് എങ്കിൽ ഓക്കെ, എല്ലാം വെൽ പ്ലേസ്ഡ് ആണെങ്കിൽ ഓക്കെ. പാപം ശുഭനൊന്നും നോട്ടില്ല, വെൽ പ്ലേസ്ഡ് റിസൾട്ട്. എവിടെ 3-ൽ ശരിയാക്കുന്നത് നല്ലതല്ലേ? ഏറ്റവും ശരിക്ക് നിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനം 3, 6, 11. ശനിക്ക് മാത്രമല്ല, ശനി, സൂര്യൻ, ചൊവ്വ ഇവരൊക്കെ 3, 6, 11 ഗുണം ചെയ്യും, ഒരു സംശയവുമില്ല. അപ്പോൾ ഈ മേടലഗ്നക്കാരന് 3-ൽ നിൽക്കുന്ന ശനി നിൽക്കുന്ന ആരെ വീട്ടിലാണ്? ബുധൻ്റെ വീട്ടിൽ. ശനിയും ബുധനും തമ്മിലുള്ള ബന്ധം എന്താ? നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ ആ 3-ൽ നിൽക്കുന്ന ശനി നേരെ ഇവിടെ നോക്കും. ഈ ജാതകത്തിൽ ശനി ആരാണ്? ഈ ജാതകത്തിൽ ഈ ലഗ്നം വെച്ചിട്ട് ശനി ആരാണ്? 10, 11 ഭാവാധിപൻ. 10, 11 ഭാവാധിപൻ പോയിട്ട് ശനി പോയിട്ട് 3-ൽ നിന്നിട്ട് 9-ലേക്ക് നോക്കുകയാണെങ്കിൽ കർമ്മ നേട്ടങ്ങളല്ലേ? കർമ്മമുണ്ട്, ലാഭമുണ്ട്, ഭാഗ്യം കൊണ്ട് അല്ലേ? പക്ഷെ കർമ്മം ചെയ്യേണ്ടി വരൂലേ? എഫേർട്ട് ഉണ്ടാവൂടാ, അതിൽ സംശയമൊന്നുമില്ല കേട്ടോ. എഫേർട്ട് എത്ര ശനിയാണെങ്കിൽ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും. അല്ല പെട്ടെന്ന് ഒരു ലോട്ടറി അടിച്ച ടിക്കറ്റ് കിട്ടുമൊന്നുമില്ല. നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഫലം തീർച്ചയായിട്ടും കിട്ടും. അത് പ്രത്യേകിച്ച് ബുധൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനിയായതുകൊണ്ട് അതുകൂടി നോക്കണം. എവിടെ നിൽക്കുന്നു, ആരോടെ നിൽക്കുന്നു ഒക്കെ നോക്കിയിട്ട് വേണം പറയാം. ഇവിടെ ഇപ്പോൾ പൊതുവിലെ കാര്യങ്ങളാണ് പറയണത്. ഇപ്പം അവിടെ തന്നെ 3-ൽ വേറൊരു ഗ്രഹം കൂടി നിൽക്കുകയാണെങ്കിലോ അപ്പോൾ അതിൻ്റെ സ്വാധീനം വന്നില്ലേ? അത് പറഞ്ഞു. അപ്പോൾ കേതുവാൻ സംഗതി പോയില്ലേ? ശനിയുടെ ശത്രു കേതുവും ശനിയായിട്ട് യോജിച്ചു പോവില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലഗ്നാധിപരെയോ 5-ാം ഭാവാധിപനോ 9-ാം ഭാവാധിപനോ നമ്മൾ ബലപ്പെടുത്തണം. അത് നോക്കണം. ഷഡ്ബലം ഭാവബലം നോക്കിയിട്ട് ബലപ്പെടുത്തിയിട്ട് ഇപ്പോൾ ലഗ്നത്തിന് ബലം കുറവാണ്, അല്ലെ 5-ന് അല്ലെ 9-ന്. ഇതാണ് ലഗ്നം എന്ന് പറയുന്നത് നമ്മളാണ്. 5 എന്ന് പറഞ്ഞാൽ പൂർവ്വകുണ്ടിയാണ്, 9 എന്ന് പറഞ്ഞാൽ ഭാഗ്യമാണ്. അവർക്ക് ബലമുണ്ടെങ്കിൽ അവരെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ നോക്കിയാൽ അപ്പൊ ഈ 9-ൽ നിൽക്കുന്ന ശുക്രൻ ജാതകത്തിൽ ആരാ? 2, 7 ഭാവാധിപനാണ്. 2, 7 ഭാവാധിപൻ. 2 എന്ന് പറയാൻ ധനം കുടുംബമൊക്കെയാണ്. 7 എന്ന് പറയാൻ ഭാര്യ സുഹൃത്തുക്കളൊക്കെയാണ്. അത് നേരെ പോയിട്ട് 9-ൽ ഭാഗ്യസ്ഥാനത്ത് അവിടെ കർമാധിപനായ
അല്ലെങ്കിൽ ഭാഗ്യ ലാഭാധിപനായ ശനി നോക്കുന്നു. അപ്പോൾ എല്ലാ കാര്യത്തിനും അനുകൂലം ഉണ്ടാവും. ഒരു കേതുവിൻ്റെ ചെറിയൊരു തടസ്സമുണ്ട്. അപ്പോൾ അതായത് നമ്മൾ എവിടെ 9 രാഹുവും കൂടി നിൽക്കുന്നുണ്ട്. ശരിയാ, കേതു അവിടെ നിൽക്കുമ്പോൾ രാഹു നിൽക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഉദ്ദേശമായുള്ള ഫലം എന്താ കിട്ടില്ല. പറഞ്ഞു ഉറക്കം പറഞ്ഞു. ഞാൻ വേറെ അല്ല 3-ലാണ് കേതു, അല്ല 9-ലാണ്. അല്ല, ശരിയുടെ കൂടെ കേതു. ഇവിടെ രാഹു, ഇവിടെ രാഹു, അവിടെ രാഹു. ഞാൻ ചോദിക്കുന്ന ഒരു ശുഭഗ്രഹം 9-ൽ നിൽക്കുമ്പോ ആ പാപഗ്രഹത്തിന്റെ ദൃഷ്ടി വരുമ്പോ അത് പാപഗ്രഹത്തിന്റെ ദൃഷ്ടിയാണോ? പക്ഷെ അല്ല, ഈ ശുക്രനും ശനിയും കൂടി, ശുക്രനും ശനിയല്ലേ, അവര് സുഹൃത്തുക്കളല്ലേ, സുഹൃത്തിന്റെ വീട്ടിലല്ലേ ശനി നിൽക്കുന്നത്. അപ്പൊ റിസൾട്ട് ഉണ്ടാവണ്ടേ? എന്താ, വ്യാഴത്തിന്റെ വീട്ടില് ശുക്രൻ ബലവാനാണ്, ശുക്രന്റെ വീട്ടില് വ്യാഴത്തിന് ബലമില്ല, തിരിച്ചില്ല. അപ്പൊ വ്യാഴത്തിന്റെ മീനൻ രാശിയിൽ ശുക്രൻ ഉച്ചരാണ്. അതേസമയത്ത് മീനൻ രാശിയുടെ അധിപൻ ഇടവത്തിൽ പോയി കഴിഞ്ഞാൽ, വ്യാഴം പോയി കഴിഞ്ഞാൽ വ്യാഴത്തിന് ബലമില്ല ശുക്രന്റെ വീട്ടിൽ. വളരെ ഓപ്പണായിട്ട് പറയാം. ആരാണ് ഈ വ്യക്തിയെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ആരുടെ ദശയാണ് വരുന്നത്? ആരുടെ ഏത് ഇതിവിടെ അല്ലേ? ഇവിടെ 3-ല്. അപ്പൊ അവരുടെ നോട്ടം ഒരിക്കലും കുറച്ചും കൂടി ഇതായിട്ട് വരുന്നത് ചോദിച്ചാൽ, അതായത് ഇവിടെ നിൽക്കുന്ന ശുക്രനാണോ പവർ കൂടുതൽ, ഇല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ശനിക്കാണോ പവർ? അപ്പൊ ഇത്രയും ആലോചിച്ചാൽ മതി. സാറിന്റെ വീടുണ്ട് അവിടെ, ഓക്കെ, സാറിന്റെ വീട്ടിൽ ഒരാൾ നിൽക്കുന്നു, ഓക്കെ, ഞാൻ അപ്പുറത്ത് വീട്ടിൽ നോക്കുന്നു. ആ വീട്ടിൽ ഇൻഫ്ലുവൻസ് ആർക്കായിരിക്കും കൂടുതൽ? ഇരിക്കുന്ന ആൾക്കാർക്കില്ലേ കൂടുതൽ ഇൻഫ്ലുവൻസ്? അല്ലേ, ഇരിക്കുന്ന ആൾക്കാർക്ക് ഇൻഫ്ലുവൻസ്, അങ്ങനെയല്ലേ? പക്ഷെ ഇരിക്കുന്ന ആളുടെ കംഫർട്ട് അല്ല, ഇരിക്കുന്ന ആളുടെ കൂടെ നമ്മുടെ ഒരാളും കൂടി ഉണ്ട്, അതായത് അയാളുടെ ശത്രുവും കൂടി ഇരിപ്പുണ്ട്. നോക്കുന്ന ഞാനും അയാളുടെ ശത്രുവാണ്, അല്ലേ? അപ്പൊ ആ ഇരിക്കുന്ന ആൾക്ക് കൂടുതൽ പോസിറ്റീവ് റിസൾട്ട് തരാൻ പറ്റുമോ വിചാരിച്ചാൽ പോലും? അങ്ങനെ ബേസിക്കലി ഗ്രഹങ്ങളെ മനുഷ്യന്മാരെ പോലെ, മനസ്സിലായോ? ഒരു ഹ്യൂമൻ ഇത് കൊടുക്കുക, ക്യാരക്ടർ കൊടുക്കുക, അവരുടെ സ്വഭാവത്തിന് ഒരു മനുഷ്യരൂപം കൊടുത്തിട്ട് അങ്ങനെ ചിന്തിച്ചു നോക്കുക. ഓ, ഇയാളുടെ വീട്ടിലാണ്, ഞാൻ ഇപ്പുറത്തെ ആളുടെ വീട്ടിലാണ്. അപ്പൊ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അത് തന്നെ സംഭവിക്കും. ഓക്കെ, പക്ഷെ വേറെ കാര്യമാണ്, ശുക്രന്റെ വീട്ടിൽ ആരാ നിൽക്കുന്നത്? ശുക്രൻ ആരാണ്? 7-ാം ഭാവാധിപനാണ്. ഇവിടെ രാഹു നിൽക്കുക. രാഹു നിൽക്കുമ്പോൾ കുടുംബത്തിൽ കലഹം ഉണ്ടാവും, ഭാര്യ വഴക്ക് പറയും. പറയുമ്പോ എല്ലാം പറയണ്ടേ? കാരണം ഭാര്യയ്ക്ക് നമ്മുടെ സ്വഭാവത്തിൽ സംശയം ഉണ്ടാവും, നമ്മള് അന്യ ആളുമായിട്ട് ബന്ധമുണ്ടെന്ന് സംശയിക്കാം. അവിടെ ശരി നോക്കുക, അവിടെ കേതുവുണ്ട്. ഭാര്യ പറയുന്ന ഞാൻ എൻ്റെ വഴിക്ക് പോകുമെന്ന് പറഞ്ഞുകൂടായില്ല, അങ്ങനെയൊക്കെ വരും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിക്കാനാണ് പറയുന്നത്, അല്ലാതെ ഇത് കുറ്റമല്ല പറയുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശുക്രനും രാഹുവും കൂടി നിൽക്കുക എന്ന് പറയുമ്പോൾ, അല്ലെ ശുക്രനും ചൊവ്വയും കൂടി നിൽക്കുക, അല്ലെ ശുക്രനും ശനിയും കൂടി നിൽക്കുക, അതൊരു കുടുംബത്തിനൊരു ദോഷമാണ്. അവിടെ കേതുവും കൂടി നിൽക്കുക, ശനിയും കേതു. അപ്പോൾ വളരെ സൂക്ഷിച്ച് കുടുംബത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. ഓപ്പണായിട്ട് പറയും. എന്താണ് അല്ല, ഇത് പറയണല്ലോ, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് നമ്മളിൽ പോരായികളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തിന് നേരെയാക്കി കൊണ്ടുവരണം നമ്മുടെ ജോലി. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ, കാരണം ശനിയും കേതുവും കൂടി നിൽക്കുക, അത് നേരെ 7-ാം ഭാവാധിപനെ ശുക്രനെ അവിടെ രാഹുവും കൂടി നിൽക്കുകയാണ്. ശുക്രനും രാഹുവും കൂടി എന്ന് പറഞ്ഞാൽ പ്രേമം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രേമ ബന്ധങ്ങളുണ്ടെന്ന് ഭാര്യയ്ക്ക് സംശയം തോന്നിയ പ്രശ്നമായില്ലേ? കുടുംബത്തിൽ രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ശുക്രൻ രാഹു ആണെങ്കിൽ ഭാര്യ പിടിക്കുകയും ചെയ്തു. പറഞ്ഞു കൊടുക്ക്. എങ്ങനെയെങ്കിലും അല്ല, നമ്മളിത് ആളെ നോക്കുന്നില്ലല്ലോ, നമ്മുടെ ചോദ്യത്തിന് മറുപടി അല്ലേ പറയുന്നത്. ആരും ആയിക്കോട്ടെ. ശുക്രൻ കേതുവാണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് രഹസ്യമായിട്ട് കൊണ്ടുപോകാം. ശുക്രൻ രാഹു, പക്ഷെ രാഹു 4 ആളെ അറിയിക്കും, മനസ്സിലായി? രാഹു പബ്ലിസിറ്റി എക്സ്പാൻഡ് ചെയ്യുമല്ലോ. കേതു എങ്ങനെയെങ്കിലും അതൊന്ന് മൂടി വെച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കും.
എൻ്റെ ശുക്രൻ കേതുവാ. അതാണ് അപ്പൊ എല്ലാം ഒന്ന് ഒതുക്കി വെക്കാം. അതെ അതെ. പക്ഷെ ഇത് ഒരു വ്യക്തിപരമായല്ല കേട്ടോ, നമ്മൾ ക്ലാസ്സിൽ ഓപ്പൺ ഡിസ്കഷനാണ്. അപ്പോൾ എൻ്റെ ഞാൻ അങ്ങനെയാണല്ലോ ആരും തെറ്റിദ്ധരിക്കുക അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഓപ്പൺ ഡിസ്കഷൻ. നമ്മളിതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നോക്കി കാണാൻ പറ്റും. അങ്ങനെയുള്ള ജാതകം വന്നാൽ വി ക്യാൻ ഗീവ് എ പ്രോപ്പർ അഡ്വൈസ്. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. കേതുവിന്റെ രാഹുവിന്റെ 7ാമത്തെ ദൃഷ്ടി ഞാൻ ഉണ്ട്. 5, 7, 9 ദൃഷ്ടിയാണ് പറയുന്നത്. 5, 7, 9 പക്ഷെ പരസ്പര ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് പ്രെഡിക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നൂലേ? രണ്ടോ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് 7 ഞാൻ നോക്കാറില്ല. മാത്തമാറ്റിക്കൽ 2 ഒരേ പോയിന്റിലല്ലേ നിൽക്കുന്നത്. രാഹു എത്ര ഡിഗ്രിയിൽ എത്ര സെക്കൻഡ് മിനിറ്റിൽ നിൽക്കുന്നു അത്രയും നിലയിൽ നിൽക്കുന്നത്. പരസ്പര ദൃഷ്ടിയുണ്ട്. അത് നല്ലതാണോ ചീത്തയാണോ? അല്ലാതെ ശുക്രന്റെ കൂടെയാണ് നിൽക്കുന്നത്. ഇവർ തമ്മിൽ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ ശുക്രനും കൂടെ ഉണ്ട്. അപ്പൊ ശുക്രൻ എത്ര ഡിഗ്രിയിൽ നിൽക്കുന്നു എന്ന് നോക്കണം. ശുക്രൻ ധനുരാശിയിൽ എത്ര ഡിഗ്രിയിൽ നിൽക്കുന്നു നോക്കണം. രാഹുവും ശുക്രനും തമ്മിലുള്ള അകലങ്ങൾ ബന്ധങ്ങൾ നോക്കണം. അതാണ് അപ്പൊ സംഗതി മാറി. ഭാവം ഇത് അതാ പറയുന്നത്. നമ്മുടെ ഗ്രഹനിരത മാത്രം നോക്കിയാൽ പോരാ, നവാംശം നോക്കണം, ഭാവം നോക്കണം, ഇതിൻ്റെ ഫലം പറയാൻ പാടില്ല. ഇങ്ങനെ ഗ്രഹനില മാത്രം നോക്കിയിട്ട് ഫലം പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി പോയി. ഭാവവും നവാംശവും കൂടി നോക്കിയിട്ട് വേണം പറയാൻ. ഈ എനിക്ക് തോന്നുന്നു KP-യിലോട്ട് വരുമ്പോഴാണെന്ന് തോന്നുന്നു ഗ്രഹം ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു ആ നക്ഷത്രത്തിന്റെ അധിപൻ കൂടി നോക്കി. അതാണ് KP പഠിക്കണമെന്ന് പറയാൻ കാരണം. അതാണ് ഇത് പഠിക്കുന്ന കൊണ്ട് അതും കൂടി പഠിച്ചാൽ വിൽ ബിക്കം മാസ്റ്റേഴ്സ്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ശരിക്കും അതാണ് നോക്കേണ്ടത്. അതായത് അവർ പറയുന്നത് ഇപ്പം ഒരു ഗ്രഹം ഒരു നക്ഷത്രത്തിൽ നിൽക്കുന്നു. ഓക്കെ, ആ നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള ഗ്രഹമില്ലേ, ആ ഗ്രഹമാണ് റിസൾട്ട് തരുന്നത്. അത് തരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിലൂടെയാണ് തരുന്നത്. ഓക്കെ, അതിൽ കൂടിയാണ് ഫിൽട്ടർ ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പൊ അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അപ്പൊ അത് പഠിക്കുന്നത് കുറച്ചും കൂടി വളരെ വളരെ നല്ലതാണെന്നാ. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ പഠിക്കാത്തതുകൊണ്ടൊരു ദുഃഖമുണ്ട്. ഇതിൽ മീഡിയ വരും കേട്ടോ. മീഡിയ ഓക്കെ, മീഡിയ എന്ന് പറയുമ്പം എല്ലാം വരും. സോഷ്യൽ മീഡിയ എല്ലാം വരും. ഓക്കെ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും, അതായത് മൊബൈൽ ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഇതിൽ വരും. 3 വരും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് അതൊക്കെ 3 വരും. അതേപോലെ തന്നെ ചിലപ്പം ഈ ചെറിയ ഇപ്പം റോഡുകളൊക്കെ ഇല്ലേ, യാത്രകൾ, ചെറിയ യാത്രകൾ എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. ചെറിയ യാത്ര, ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ എന്നൊക്കെ പറയുമ്പം റോഡുകൾ, റെയിൽ പാലങ്ങൾ, ഓക്കെ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം. മീഡിയ വരും. അപ്പോൾ പിന്നെ നമ്മുടെ അയൽക്കാർ, നമ്മുടെ അയൽവക്കം ഇല്ലേ, അയൽവക്കം ഇതിൽ വരും. പിന്നെ നമ്മൾ ജനിച്ച സൊസൈറ്റി ഇല്ലേ, അതായത് ഒരു പ്രത്യേക സൊസൈറ്റിയിലായിരിക്കുമല്ലോ നമ്മൾ ജനിക്കുന്നതൊക്കെ, അതും ഈ ഇതിൽ വരും, ഈ 3rd ഹൗസിൽ വരും കേട്ടോ. കമ്മ്യൂണിറ്റി അതെ, നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ ഒരു ചുറ്റുപാട്. ഈ ഫ്രാഞ്ചൈസി എഗ്രിമെന്റ്, സെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. സെയിൽസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ് ആണല്ലോ. നമ്മുടെ സെമിനാർ, പ്രസന്റേഷൻ അതൊക്കെ ഇല്ല നമ്മൾ അവതരിപ്പിക്കുന്നത്, അതൊക്കെ ഇതിൽ വരും. ഏറ്റവും നമ്മളെ പേഴ്സണാലിറ്റിനെ വളരെ കൂടുതലായിട്ട് നമ്മുടെ വിക്രമസ്ഥാനമാണല്ലോ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ 2ാം ഭാവം എന്ന് പറഞ്ഞ സ്പീച്ചാന്ന് പറഞ്ഞു, 3ാം ഭാവം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് അറിയാം. സ്പീച്ചിൽ ഞാൻ സംസാരിക്കുന്നതാണ്, ഓക്കെ, അതിൻ്റെ ഒരു രീതികളും കാര്യങ്ങളൊക്കെയാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ആശയം നിങ്ങളെ മനസ്സിലാക്കിച്ചോ എന്നുള്ളതാണ്. അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എൻ്റെ സ്പീച്ച് ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോയി എൻ്റെ ആശയങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിക്കുക. അതാണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ട ഒരു സാധനം.
അപ്പോൾ ഒരു നല്ല സെമിനാറും നല്ല പ്രസൻറ്റേഷനൊക്കെ നടത്തണമെങ്കിൽ അയാളുടെ തേർഡ് ഹൗസ് അത്ര സ്ട്രോങ് ആയിരിക്കും. അതെല്ലാം ആരുടെ ക്വാളിറ്റിയാണ്? ബുധൻ്റെ ക്വാളിറ്റിയാണ് ശരിക്കും. ഈ മൂന്നാം ഭാവത്തിൻ്റെ കാരകത്വം എന്ന് പറയുന്ന ആർക്കാ ശരിക്കും? കുജനാണ്, ചൊവ്വയ്ക്കാണ്. കാര്യം ഒരു പരാക്രമസ്ഥാനമായതുകൊണ്ട്. പക്ഷെ അത് മാത്രമല്ല, കാലപുരുഷന്റെ ഇതിൽ മൂന്നാം ഭാവം ബുധൻ്റെയാണ്, കമ്മ്യൂണിക്കേഷൻ റെപ്രസെന്റ് ചെയ്യണത്. അതുകൊണ്ട് ബുധൻ്റെതായ കുറേ സാധനങ്ങളും കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷനും ഈ നമ്മുടെ ഒരു സെയിൽസും ആളുകളെ എൻ്റെ ആശയം ബോധിപ്പിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പം ഇതൊക്കെയാണ് ജനറലി മൂന്നാം ഭാവത്തിൻ്റെ പ്രത്യേകതകൾ. ഇനി നമ്മൾ നേരത്തെ ജാതക നിരൂപണം പഠിക്കുമ്പോൾ ഒരു കാര്യം പഠിച്ചായിരുന്നു, സാറ് പറഞ്ഞായിരുന്നു. അതായത് ക്രൂരഗ്രഹങ്ങൾ ദുസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതും അല്ലേ, ശുഭഗ്രഹങ്ങൾ ദുസ്ഥാനത്ത് നിൽക്കുന്നത് മോശമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ക്രൂരഗ്രഹങ്ങളുടെ കാറ്റഗറി വരുന്ന ഗ്രഹങ്ങൾ സൂര്യൻ വരും, ചൊവ്വ വരും, ശനി വരും, രാഹു വരും, ഇത്രയും വരും. ശുഭഗ്രഹങ്ങൾ വ്യാഴം, ശുക്രൻ, ബുധൻ, പാപ്പനോട് ചേരാത്ത ബുധൻ, അതെ ബുധൻ. ശുഭനോട് ചേർന്ന ബുധന് കുഴപ്പമില്ല, പാപനോട് ചേർന്ന ബുധൻ പാപിയായിട്ട് വരും. ചന്ദ്രനാണെങ്കിൽ ബലമുള്ള ചന്ദ്രൻ, ബലമുള്ള ചന്ദ്രൻ. ചന്ദ്രനാണെങ്കിൽ പക്ഷബലമുള്ള ചന്ദ്രൻ. പക്ഷബലമൊക്കെ അറിയാമല്ലോ, മറന്നു പോയിട്ടില്ലല്ലോ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാവും, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. അതായത് സൂര്യൻ 3-ൽ നിന്നാൽ നല്ലതാണോ ചീത്തയാണോ? നല്ലതെന്ന് പറയാൻ പറ്റും. ചൊവ്വ 3-ൽ നിന്നാൽ നല്ലതെന്ന് പറയും, ശനി 3-ൽ നിന്നാൽ നല്ലതാണെന്ന് പറയും, രാഹു 3-ൽ നിന്നാൽ നല്ലതാണെന്ന് പറയും. ബാക്കി ആളുകൾ നിന്നാൽ ശിവന്മാർ നിന്നാൽ നല്ലതല്ല എന്ന് പറയും, നല്ലതല്ല. ഓക്കെ. മോശമാണ് എന്ന് പറയാൻ ഞാൻ ആളല്ല, 9ലേക്ക് ദൃഷ്ടി. അതെ, അതാണ് മോശമാണെന്ന് പറയാൻ ആളല്ലെന്ന് പറഞ്ഞു. അത് 2 തരത്തിലും വർക്ക് ചെയ്യും. അതായത് അത് പറയാം. ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ സൂര്യൻ നിന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. സൂര്യൻ ഒരാളുടെ 3-ൽ നിൽക്കുകയാണെങ്കിൽ വിക്രമസ്ഥാനത്ത് അല്ലെങ്കിൽ പരാക്രമസ്ഥാനത്ത് നിൽക്കുന്നത് രാജാവാണ് നിൽക്കുന്നത്. സൂര്യന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പൊസിഷനാണ്. സൂര്യൻ അവിടെ അദ്ദേഹത്തിന് മുഴുവൻ പ്രഭാവം അവിടെ കാണിച്ചിരിക്കും അല്ലേ. ഈ വ്യക്തിക്ക് ഐശ്വര്യം ഉണ്ടാവും, ബലം ഉണ്ടാവും, ഉത്സാഹം ഉണ്ടാവും, എല്ലാത്തിനും ചാടി ഇറങ്ങാനുള്ള ആ ഒരു രാജാവിൻ്റെതായിട്ടുള്ള എല്ലാം ഉണ്ടാവും. ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവുണ്ടാവും, എല്ലാ കാര്യത്തിനും തൻ്റെ ഇടം ഉണ്ടാവും. നല്ലൊരു പൊളിറ്റീഷ്യൻ ആയിരിക്കാം. നല്ല സഹോദരന്മാരോ അവരും സൂര്യന്മാരെ പോലെ നല്ല ഫെയിമുള്ള ആളുകളായിരിക്കും. ഓക്കെ. അപ്പോഴേ ഒരു കാര്യം കൂടി നോക്കണം, ഈ സൂര്യൻ നിൽക്കുന്നത് സൂര്യൻ്റെ സ്വക്ഷേത്രത്തിലാണോ ബന്ധുക്ഷേത്രത്തിലാണോ എന്നും കൂടി നോക്കണം. സൂര്യൻ സ്വക്ഷേത്ര ചിങ്ങത്തിൽ, മിഥുന ലഗ്നം ചിങ്ങത്തിൽ സൂര്യൻ നിൽക്കുകയാണ്, 3-ൽ സൂര്യനാണ്, ഭയങ്കര പവർഫുള്ളാണ്. അതേമാതിരി കുംഭലഗ്നമാണ്, 3-ൽ സൂര്യൻ നിൽക്കുക, മേടത്തിൽ സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ്. അപ്പോൾ ആ ലെവലിലുള്ള ഉയർച്ച ഉണ്ടാവും. സൂര്യൻ ഈ പറഞ്ഞാൽ അഫ്ലിക്റ്റഡ് ആണെങ്കിൽ സഹോദരന്മാരൊക്കെ ഉണ്ടാവില്ലെന്നല്ല, സഹോദരന്മാർക്ക് മോശമായിരിക്കാം, അല്ലെങ്കിൽ സഹോദരന്മാർ മൂലം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം. അതേ അല്ലെങ്കിൽ പിന്നെ സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഗ്നിറ്റിയും കൂടിയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് ചീത്തപ്പേര് കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. കൂടുതൽ ഈ കമ്മ്യൂണിക്കേഷൻ വെച്ചിട്ടായിരിക്കും. അതായത് ഈ 3-ാം ഭാവത്തിൻ്റെ ഉപാധി വെച്ചിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ഫെയിം പോകുന്നത്. സൂര്യനാണ് നമ്മുടെ പേര്, പ്രശസ്തി എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വഴിയായിരിക്കാം, അല്ലെങ്കിൽ ചില എഗ്രിമെൻറ്റുകൾ ഫോർജ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലെറ്റേഴ്സ് വഴിയായിരിക്കാം. ഇതിൻ്റെ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ ഒരു പേരും ഒക്കെ ചീത്തയാകാനുള്ള സാധ്യത. ചിങ്ങലഗ്നം, ലഗ്നാധിപൻ സൂര്യൻ തുലാത്ത് പോയി നിൽക്കുക, 3-ൽ പോയില്ല, നീചനായി. അതെ. അപ്പോൾ ആ സൂര്യനുള്ള പ്രഭാവം, 3-ലെ സൂര്യൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സൂര്യൻ ബലവാനാണോ ബന്ധുക്ഷേത്രമാണോ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ. സൂര്യനെ മാത്രമല്ല ചൊവ്വയും ശനിയും ഈ പാവഗ്രഹങ്ങളൊക്കെ 3-ൽ നിൽക്കുമ്പോൾ അവരുടെ ബന്ധങ്ങൾ, രാശിയായിട്ടുള്ള ബന്ധങ്ങൾ നോക്കിയിട്ട് വേണം അറിയാൻ പാടില്ല. ഇതൊന്നും പേടിക്കേണ്ട കാര്യമല്ല, കുറച്ച് ജാതകം നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ വരും. അതെ, അത് ധർമ്മ അർത്ഥ കാമ ഭാവങ്ങളിൽ കാമം റെപ്രസെന്റ് ചെയ്യുന്നതാണ് 3 എന്ന് പറയുന്ന രാശി. ഓക്കെ. കാമമാണ് നമ്മളെ പ്രയത്നം ചെയ്യിക്കുന്നത്. ശരിക്കും കാമം ഇല്ലെങ്കിൽ പിന്നെ പ്രയത്നം ചെയ്യേണ്ട ആരുമില്ലല്ലോ. ജീവിതത്തിലെ ആഗ്രഹങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൂര്യൻ നല്ല പൊസിഷനാണെങ്കിൽ നമ്മൾ നല്ല ജനിക്കുന്ന സൊസൈറ്റിയൊക്കെ, അതായത് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നല്ലതായിരിക്കും, നല്ല അയൽക്കാരായിരിക്കും,
ഓക്കെ. ഈ പറയുന്ന സഹോദരന്മാർക്ക് ഫെയിം ഉണ്ടാവും. നല്ല ഇയാൾ കമ്മ്യൂണിക്കേഷൻ സൂപ്പർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള ക്രിസ്പായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നല്ല അതോറിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നല്ല ധൈര്യമുള്ള ആളായിരിക്കും. ഈ പറഞ്ഞ ഓൾറെഡി എല്ലാ നല്ല എഫക്റ്റുകളും സൂര്യൻ കൊണ്ടുവന്ന് തരും. സൂര്യന് ഇഷ്ടമുള്ളൊരു പൊസിഷനാണ് 3 എന്ന് പറയുന്നത്. ഇനി ചെറിയൊരു കാര്യം ഇടയ്ക്ക് പറയട്ടെ. ഒരാളുടെ ജാതകത്തിൽ 3 ചൊവ്വ നിൽക്കുകയാണെങ്കിലും കാരക ഭാവത്ത് നിന്നാൽ താഴത്തെ സഹോദരങ്ങളെ കൊണ്ട് പ്രത്യേക ഗുണമുണ്ടാവില്ല. ആ സഹോദരങ്ങൾ ശത്രുക്കളാവാനുള്ള സാധ്യത, അല്ലെ ഓരോ കാര്യം നോക്കി നടക്കാം. അങ്ങനെ വരാനുള്ള പോസിബിലിറ്റി കാരകത്തുണ്ടല്ലോ. ഓരോ ഗ്രഹത്തിനും കാരകത്തുണ്ട്. ഇപ്പം 3 എന്ന് പറഞ്ഞാൽ താഴത്തെ സഹോദരിമാരാണ്. അപ്പോൾ അവർ 3 നിൽക്കുകയാണെങ്കിൽ ഈ മൂത്ത ആൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നുള്ള ലെവലിലേക്ക് ഒരു അഭിപ്രായമില്ലായ്മ എല്ലാത്തിനുണ്ടാവും. ഇല്ലേ? പറഞ്ഞോളൂ. അതെ. പക്ഷെ ചൊവ്വ സ്വക്ഷേത്രത്തിലാണെങ്കിൽ ആ ദോഷങ്ങൾ പറഞ്ഞില്ല. ദോഷങ്ങൾ ഉണ്ടാവില്ല. ചൊവ്വ നീചത്തിലൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇനി ചന്ദ്രൻ. ഓക്കെ, ചന്ദ്രൻ പൊതുവെ ഒരു ശുഭഗ്രഹമാണ് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ശുഭഗ്രഹങ്ങൾക്ക് 3-ൽ അത്ര ഒരു സന്തോഷമുള്ള പൊസിഷനല്ല നമുക്കറിയാം. ചന്ദ്രൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെയാണല്ലോ. ചന്ദ്രൻ തന്നെ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള പ്ലാനറ്റാണ്. 3 എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ ഒരു മൂവിങ് സ്വഭാവം കാണിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ചന്ദ്രൻ 3-ൽ നിൽക്കുമ്പോൾ ഇവർക്ക് ധനം ഉണ്ടാവും, വിദ്യ ഉണ്ടാവും, ശരീരബലം ഉണ്ടാവും, നല്ല സഹോദരന്മാരും ഉണ്ടാവും. കാര്യം ആ ശുഭഗ്രഹത്തിൻ്റെതായ ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. പണം ചിലവാക്കാൻ ലുബ്ധ ഉണ്ടാവും, അതായത് പിശുക്കുണ്ടാവും. നമ്മുടെ ടെക്സ്റ്റിലുണ്ടതൊക്കെ. ചന്ദ്രൻ ബേസിക്കലി ഒരു ശുഭ സ്വഭാവമുള്ളത്, അധികം ഒരു സ്ത്രൈണ സ്വഭാവമുള്ളത് കാരണം ഇവരുടെ ധൈര്യത്തിന് ഇത് എഫക്റ്റ് ചെയ്യും. നമ്മൾ സൂര്യനെ പോലെ ഭയങ്കര കറേജസ് ആയിട്ടുള്ള ഒരു ആളായിരിക്കില്ല. ഓക്കെ, ധൈര്യത്തിന് ഇത് കുറവുണ്ടാവും, ഒരു സ്ത്രൈണത കാണാം. സ്ത്രൈണത എന്ന് പറഞ്ഞാൽ ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ അത്ര ഈ ചൊവ്വ ചാടി ഇറങ്ങുന്ന പോലെയോ സൂര്യൻ ചാടി ഇറങ്ങുന്ന പോലെയോ ഇറങ്ങാനുള്ള സാധ്യത ഇല്ല. നല്ല കയ്യക്ഷരമായിരിക്കും. ഇവരുടെ ഈ ജോലിയിൽ അടിക്കടി മാറ്റം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എപ്പോഴും ഷിഫ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, 3 ഷിഫ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. മൈൻഡാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ചന്ദ്രൻ ഒരു ഷിഫ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ജോലികൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വളരെ താല്പര്യമുള്ള ആളുകളാണ് ഇതിന് യാത്ര ചെയ്യാൻ. 3-ൽ ചന്ദ്രന് ഉണ്ടെങ്കിൽ മനസ്സിനൊരു സ്വസ്ഥത കുറവുണ്ടാവും. ഇല്ല സാറേ? മനസ്സിനൊരു ബലക്കുറവ്, ബലക്കുറവ്, ഒരു സമാധാനക്കുറവൊക്കെ. അപ്പോൾ ഏറ്റവും നല്ല റെമഡി ആയിട്ട് പറയുന്നത് യാത്ര ചെയ്യാനാണ് പറയുന്നത്. കാര്യം 3 യാത്രേനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഷോർട്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള യാത്രകളിൽ ചെറിയ യാത്രകൾ ചെയ്യുന്നത് മനസ്സിന് നല്ല സമാധാനം നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതാണ്. സ്വാഭാവികമായിട്ട് ഇത് ചെയ്യേണ്ടി വരും. അപ്പം ഈ 3-ൽ ഒരാൾ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ ഇയാൾ സെയിൽസ് എക്സിക്യൂട്ടീവ് ഒക്കെ ആവണമെങ്കിൽ നല്ലതാണ്. കണ്ടിട്ടില്ലേ, സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് യാത്ര ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ ഓക്കെയാണ്, ഈ പ്രൊഫഷൻ ഓക്കെയാണ്. ഇതുകൊണ്ട് നല്ല ഗുണങ്ങളെ ഉണ്ടാവും. നല്ല ഭാര്യയായിരിക്കും. ഭാര്യനെ അനുസരിച്ച് ജീവിക്കുന്ന ആളുമായിരിക്കും. സബോർഡിനേറ്റ് ടു വൈഫ്. 7, 8, 9, 10, 11, 12, 1, 2, 3. 7-ൻ്റെ 9 ആയതുകൊണ്ടായിരിക്കും. 7-ലെ 9 അല്ലേ? അങ്ങനെ ആവണം. ബി രാമൻ സാറാണ് പറഞ്ഞത് വൈഫ് നല്ല ഫെയർ ആയിരിക്കുന്നു. അപ്പോൾ ഞാനങ്ങനെ എടുത്തു. വൈഫിന് വിധേയനായിട്ടായിരിക്കും. കാര്യം 3-ലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. വൈഫിന് വിധേയനായാൽ എന്താ ഗുണം, എന്താ ദോഷം? എന്താ? ഒരു വർഷങ്ങൾ ഉണ്ടാവില്ല. വീട്ടിലെ സമാധാനം സ്വസ്ഥതയുണ്ടാവും. ഒരു വർഷം ഉണ്ടാവില്ല. പിന്നെ അടുത്ത വീട്ടുകാരനൊക്കെ പറയാം അങ്ങനെ ആള് പെണ്ണ് പറയുന്നത് കേട്ട് നടക്കുന്നതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് സമാധാനം ഉണ്ടാവും. പറഞ്ഞോട്ടെ. നല്ല നോളേജുള്ള ആളായിരിക്കും, നല്ല അറിവുള്ള ആളായിരിക്കും. കുട്ടികളോട് നല്ല സ്വന്തം മക്കളോട് നല്ല അടുപ്പുള്ള ആളായിരിക്കും. ഈ ബലമില്ലെങ്കിൽ, ചന്ദ്രന്റെ ബലമില്ലെങ്കിൽ ഇതൊന്നും പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. കാര്യം ചന്ദ്രന്റെ ബലമില്ലെങ്കിൽ മനസ്സാണ് പോയേക്കുന്നത്.
പിന്നെ എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം ചോദിക്കാം, ഇപ്പം ചന്ദ്രനും സൂര്യനും കൂടെ ഒന്നിച്ച് 3-ൽ അങ്ങനെയാവുമല്ലോ. ചന്ദ്രനും സൂര്യനും കൂടെ ഒന്നിച്ച് വെക്കാന്ന് പറഞ്ഞാൽ എന്താ എപ്പോഴായിരിക്കും? കറുത്ത പാവ് അല്ലെങ്കിൽ ചതുർദശി അല്ലെങ്കിൽ പ്രഥമ. അപ്പോഴേ ചന്ദ്രൻ്റെ കാര്യം എന്തായി? സൂര്യൻ്റെ ഫലം പറയുമോ ചന്ദ്രൻ്റെ ഫലം പറയുമോ? സൂര്യൻ്റെ ഫലം. പിന്നെ അവരുടെ നിൽക്കുന്ന രാശിയുടെ ബലം നോക്കിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഒരൊറ്റയടിക്ക് ഇങ്ങനെ വെച്ച് പറയാൻ പാടില്ല. അത് അവിടെ നിൽക്കുന്ന സ്ഥലം നോക്കണം, ചന്ദ്രൻ്റെ ബലം നോക്കണം, ആർക്കാണ് അവിടെ, ആരെ വീട്ടിലാണെന്ന് നിൽക്കണം, ഇതൊക്കെ നോക്കിയിട്ട് വേണം പറയാം. അപ്പോൾ നമ്മളിവിടെ പറയുന്ന പൊതുവിലുള്ള കാര്യങ്ങളാണ് പറയണത്. ചന്ദ്രനെ പോയില്ലേ, ചന്ദ്രനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചന്ദ്രന് ബലം ഇല്ലെങ്കിൽ ചന്ദ്രൻ ക്രൂരനാവും. പക്ഷെ വേറൊരു കാര്യം, വേറൊരു ആംഗിളിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇയാൾ വളരെ ക്രൂരനായിരിക്കും എന്ന് പറയുന്നത് അല്ലേ. ചന്ദ്രന് ബലമില്ല, അപ്പൊ സൂര്യൻ അവിടെ ബലവാനാണ്. തീരുമാനങ്ങൾ എടുത്ത് കുറച്ച് തീരുമാനങ്ങൾ രണ്ട് പാവന്മാർ നിൽക്കുന്ന മാതിരിയാവും, ഡബിൾ എഫക്റ്റ് ആവും. ഇയാൾക്ക് കുറച്ചുകൂടി തൻ്റെ കൂടും, എന്തും ചെയ്യാൻ മടിയുണ്ടാവില്ല, ധൈര്യം. അതെ, ചന്ദ്രൻ അവിടെ പോയില്ലേ. എഴുതി വെച്ചേക്കുന്നത് ചന്ദ്രന് ബലമില്ലെങ്കിൽ ഇയാള് ക്രൂരനായിരിക്കും, ദുഷ്ടനായിരിക്കും, മനസമാധാനം ഇല്ലാത്തവനായിരിക്കും. മനസ്സ് ചന്ദ്രൻ പോയില്ലേ, ഒരു ദ്രോഹി. ക്രൂരനും ദുഷ്ടനും മനസമാധാനം ഇല്ലാത്തവനും. നമ്മൾ അതുകൂടി പഠിക്കണ്ടേ. ചന്ദ്രന്റെ ബലം ഇല്ലെങ്കിൽ. ഓക്കെ, ബേസിക്കലി 3-ലാണ് ചന്ദ്രനെങ്കിൽ ഇവർക്ക് ഭയങ്കര മൂഡിയായിട്ടുള്ള ആളുകളായിരിക്കും. മൂഡ് സ്വിങ്സ് ഒക്കെ ഒരുപാട് വരുന്ന ആ 3-ന്റെ സ്വഭാവം ചന്ദ്രന്റെ സ്വഭാവം കൂടി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഇവർക്ക് കൂടുതലും സന്തോഷം കിട്ടുക. അതായത് യാത്രയാണ് ഇവരെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരോട് യാത്ര ചെയ്യാൻ പറയുക. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ എപ്പോഴും ചെയ്യാൻ പറയും. ഇനി നേരത്തെ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ ചൊവ്വയാണെങ്കിൽ, ചൊവ്വ റെപ്രസെൻ്റ് ചെയ്യണത് നമ്മുടെ എനർജീനെയാണ്, 3 റെപ്രസെൻ്റ് ചെയ്യണത് നമ്മുടെ കറേജിനെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂടുമ്പോൾ ഇയാൾ ഭയങ്കര പരാക്രമിയായി മാറും. ചൊവ്വയുടെ ഏറ്റവും നല്ല പൊസിഷനിൽ ഒന്നാണ് 3. പക്ഷെ സഹോദരങ്ങൾക്ക് നല്ലതല്ല, കാരകത്വ ദോഷമുള്ളത് കൊണ്ട്. കാരകസ്ഥാനത്ത് നിൽക്കുന്നത് ജീവവസ്തുക്കൾക്ക് ബുദ്ധിമുട്ടാണ്, ജീവനുള്ളവയ്ക്ക്. പക്ഷെ ചൊവ്വ നിൽക്കുന്നത് ചൊവ്വയുടെ സ്വന്തം രാശിയായ മേടത്തിലോ വൃശ്ചികത്തിലോ ചൊവ്വയുടെ ഉച്ചരാശിയായ മകരത്തിലോ ആണെങ്കിൽ ഈ ദോഷം പറയാൻ പാടില്ല. ചൊവ്വ 3-ൽ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല സന്തോഷിക്കുന്ന ആളായിരിക്കും, പ്രശസ്തനായിരിക്കും, അയാളുടെ ദേഹശക്തി ഉണ്ടാവും, നല്ല തൻ്റെ ഇടമുള്ള ആളായിരിക്കും. പുസ്തകത്തിലുണ്ടതൊക്കെ. അയാൾ പട്ടാളോ പോലീസോ അങ്ങനെ ഏതെങ്കിലും വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. സ്വന്തം പ്രയത്നം കൊണ്ട് ഭാഗ്യം നേടുന്ന ആളായിരിക്കും ചൊവ്വ 3-ൽ നിൽക്കുമ്പോൾ. യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. 3 എന്ന് പറഞ്ഞാൽ യാത്രകളുടെ ഭാവമാണ്. ചൊവ്വയുടെ സ്വഭാവം അറിയാലോ. അപ്പോൾ യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചെറിയ അപകടങ്ങളോ ഒക്കെ വരാം. വലുതല്ല, ചെറിയ. ചൊവ്വയും ബ്ലഡും തമ്മിലുള്ള റിലേഷൻ അറിയാലോ. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചോര കാണുക എന്നുള്ളത്. അവിടെ തട്ടുമുട്ടുകളൊക്കെ വന്ന് രക്തം മാർന്നു പോകാനുള്ളൊക്കെ ചാൻസ് യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടി 3-ന് ചൊവ്വ. പലപ്പോഴും കുടുംബം തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളൊരു കോമ്പിനേഷനാണിത്. 3-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ഫാമിലിക്ക് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാം ഈ വ്യക്തിയെ കുറിച്ച്. ചൊവ്വ അഫ്ലിക്റ്റഡ് ആണെങ്കിൽ ചെവിയുടെ കാര്യം ബുദ്ധിമുട്ടായിരിക്കും. കാര്യം 3 ചെവിനെ റെപ്രസെൻ്റ് ചെയ്യുമല്ലോ. ചൊവ്വ അഫ്ലിക്റ്റഡ് ആണെങ്കിൽ ചെവി സംബന്ധമായിട്ടുള്ള പ്രശ്നം, ബദിരനൊക്കെ ആകാം, അല്ലെങ്കിൽ ചെവിക്ക് എന്തെങ്കിലും അസുഖം വരാം. അതുപോലെ തന്നെ വളരെ സൂയിസൈഡ് തോട്ട്, വയലന്റ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അതെ, ചൊവ്വ 3 വന്നു കഴിഞ്ഞാൽ അതെ. ഏതാണ്? അല്ല, ചൊവ്വ അഫ്ലിക്റ്റഡ് ആണ്. അതായത് 3-ൽ നിൽക്കുന്നു, ചൊവ്വ അഫ്ലിക്റ്റഡും ആണ്. അതെ, ബലമില്ല. കർക്കിടകത്തിലല്ലേ ചൊവ്വ നീചനാണ്? കർക്കിടകത്തിലല്ലേ നീചനാണ്? അതെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വളരെ വയലന്റ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ ആയിരിക്കും. കാര്യം ഈ 3-ന് ഒരു സാധനം കൂടി ഉണ്ട്. നമ്മുടെ ഒരു മൈൻഡിന്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് 3-ആണ്. നമ്മുടെ മനസ്സിന്റെ ചായ്വ്,
മനസ്സമാധാനം എന്ന് പറയുന്ന 4ആണ്. പക്ഷെ മനസ്സിന്റെ ചില താല്പര്യങ്ങളില്ലേ, മനസ്സിന്റെ താല്പര്യങ്ങൾ ഒരു കാമ ത്രികോണമാണല്ലോ ഇത്. അപ്പോൾ നമ്മുടെ മനസ്സിന്റെ താല്പര്യങ്ങൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ചൊവ്വയാണ് അഫ്ലിക്റ്റഡ് ആണെങ്കിൽ ഇവർക്ക് ഈ പറയുന്ന പോലെ വളരെ വയലന്റ് ആയിട്ടുള്ള വയലൻസ് എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ ആ ടെൻഡൻസി അപ്പോൾ എന്താ ഈ വിക്രമസ്ഥാനമായി വയലന്റ് ടെൻഡൻസീസ് ആയി, മനസ്സിലായില്ല? അത് തന്നെ വളരെ മനസ്സും പ്രശ്നമായി, നമ്മുടെ മൈൻഡും അതിലോട്ടാണ് പോകുന്നത്. അപ്പം വളരെ വയലൻസിലോട്ട് പോകാനുള്ള ഒരു കോമ്പിനേഷൻ ആവും. കാമം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളാണ്, നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന മുഴുവൻ ആഗ്രഹങ്ങളാണ്. അല്ല, കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റായിട്ട് ഒരു ഇതായിട്ടല്ല എടുക്കേണ്ടത്, ഒരു കോമൺ അല്ലേ, നമ്മളെല്ലാവരും മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആഗ്രഹമുള്ളൂ. നമുക്ക് നാളെ ഇതൊക്കെ ബുദ്ധിമുട്ട് വന്ന് നാളേക്ക് ഒരു പ്രതീക്ഷ, ആഗ്രഹം ഉണ്ടെങ്കിലേ നന്നാവുള്ളൂ. വയലൻസ് വരും. ചന്ദ്രൻ ഇമോഷണൽ റെപ്രസെന്റ് ചെയ്യാനാവും. ഇവര് ഈ ആണ് സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഇല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞാൽ റോഡ്സ് ഉണ്ടാക്കുക, റെയിൽ ഉണ്ടാക്കുക, അതൊക്കെ ഇവർക്ക് ടെക്നിക്കൽ സൈഡൊക്കെ ഇവർക്ക് എഞ്ചിനീയറിംഗ് സൈഡൊക്കെ വളരെ മൂന്നാം ഭാവത്തിൻ്റെ സ്വഭാവമായി ചൊവ്വയുടെ സ്വഭാവമായി അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇവർ കമ്മ്യൂണിക്കേഷനാണ് മൂന്നാം ഭാവം എന്ന് പറയുന്നത്. ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ചൊവ്വയാണ്, അറിയാലോ. ചൊവ്വേനെപ്പോഴും നമ്മൾ നേരെ ചൊവ്വയാണ്. അതുകൊണ്ട് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ ഇത്തിരി ഷാർപ്പായിരിക്കും. നമുക്ക് അത്ര സുഖിക്കണം എന്നില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം പറയേണ്ട കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയും. നേരെ ചൊവ്വ മുഖത്തടിച്ച പോലെ നേരെ ചൊവ്വ. അതാണ് ചൊവ്വയുടെ പ്രത്യേകത. ഇനി ബുധൻ ഒരു ശുഭഗ്രഹമാണ്. പക്ഷേ നമുക്കറിയാം കാലപുരുഷന്റെ മൂന്നാം ഭാവവും ബുധന്റെ തന്നെയാണ്. അപ്പോൾ ബുധൻ ഒരു നല്ല പ്ലേസ്മെന്റ് ആണ് 3 എന്ന് പറയുന്നത്. നമ്മുടെ ഇളയ സഹോദരന്മാരിൽ നിന്ന് ഒരുപാട് ആനുകൂല്യം, ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടാനുള്ള ഒരു കോമ്പിനേഷനാണ് 3-ലെ ബുധൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സഹോദരിയുടെ അടുത്തുനിന്ന് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ സൗമ്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. ആളുകൾ അഡ്വൈസ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് കപട പ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവും ഉണ്ടാവും. ബുധനൊരു ഡ്യുവാലിറ്റി ഉണ്ട്, കുറച്ച് കള്ളത്തരം ചെയ്യാനുള്ള കഴിവ് ബുധൻ സ്വാഭാവികമായിട്ടും ഉണ്ട്. വേറെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ആളുകളാണ്, പക്ഷെ അവർക്ക് സ്വയം സന്തോഷം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് നല്ലത് ചെയ്യും, പക്ഷെ സ്വയം സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. വളരെ ഷാർപ്പ് മൈൻഡാണ്. പിന്നെ ബുധൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസിലെ വായന, പഠനം, ഇതിനൊക്കെ വളരെ താല്പര്യമുള്ള ആളായിരിക്കും. ഒരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടാതെ ഇത് കംപ്ലീറ്റ് ചെയ്യും. അതാണ് 3-ലെ ബുധൻ്റെ ഒരു പ്രത്യേകത. ഒരു ജോലി ഏറ്റെടുത്ത് വിചാരിച്ചോ, അവരിടയിൽ ഇട്ടിട്ട് പോവില്ല, അത് ഫുൾ ഫില്ല് ചെയ്യുന്ന, കംപ്ലീറ്റ് ചെയ്യും. ബുധനാണ് 3rd ഹൗസിൽ ബുധനാണെങ്കിൽ. ഈ 3rd ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിക്രമസ്ഥാനമാണ്. അപ്പോൾ ബുധൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ഇയാളുടെ വിക്രമം എങ്ങനെയായിരിക്കും? അതായത് ഇയാൾ ചൊവ്വേനെ പോലെ ഒരാളെ തല്ലുകയോ, മനസ്സിലായോ, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. പക്ഷെ ഇയാൾ എങ്ങനെയായിരിക്കും മറ്റൊരാളെ അറ്റാക്ക് ചെയ്യുന്നത്? ബുദ്ധിപരമായിട്ട്, വാക്കുകളിലൂടെ, വളരെ തന്ത്രപരമായിട്ടുള്ള മൂവ്മെൻ്റാണ്. അതായത് ഇയാൾ നിങ്ങളോട് ശത്രുതയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ പരാക്രമം കാണിക്കുന്നത് ചൊവ്വയെ പോലെ തല്ലിയോ, മനസ്സിലായോ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. വളരെ ബുദ്ധിപൂർവ്വം അയാളുടെ ബുദ്ധി ഉപയോഗിച്ച്, അയാളുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും അയാൾ പരാജയപ്പെടുത്താൻ പോകുന്നത്. ഒതുക്കും, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ബുധൻ്റെതായ രീതിയിൽ ആയിരിക്കും ബുധൻ ഒതുക്കുന്നത്. ചൊവ്വയുടെ രീതി ആയിരിക്കില്ല. ഇയാളെ റെഡിയാണെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത്തിരി അല്പം കളവും കൂടി പറയും, എന്നിട്ടെങ്കിലും കാര്യം നേടും. ചൊവ്വയാണ് ഇടിച്ച് അപ്പോഴത്തെ ഇടപെടുന്നത്. ചൊവ്വ നേരെയാണ് കാര്യം, നേരെ ചൊവ്വയാണ്. പക്ഷെ ഇത് നേരെ ചൊവ്വയല്ല, ഇത് വളഞ്ഞിട്ട് കുടുക്കിക്കളയും. നല്ല ബിസിനസ്സുകാരായിരിക്കും, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണല്ലോ, അതുകൊണ്ട് നല്ല ബിസിനസ്, നല്ല വ്യാപാരത്തിലൊക്കെ നല്ല നേട്ടം ഉണ്ടാക്കും. ഇതൊക്കെ അവരുടെ ക്വാളിറ്റീസാണ്, അവരുടെ വാക്കുകൾ ഉപയോഗിച്ച് നേടിയെടുക്കുന്നതല്ല. അഫ്ലിക്റ്റഡ് ആണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല. അത് മാത്രമല്ല, ഫിസിക്കലിയും ഈ നാഡികളെ റെപ്രസെന്റ് ചെയ്യുന്നത്, നാഡി തകർച്ച ഉണ്ടാവുന്ന, നാഡി നമ്മളുടെ മൂക്ക് മുതൽ ലങ്സ് വരെയുള്ള ഭാവം, ശ്വസനേന്ദ്രിയം, അതിനും ബുധനാണ് അഫ്ലിക്റ്റഡ് ആണെങ്കിൽ. ഇനി വ്യാഴം. നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് വ്യാഴമാണ് 3-ൽ നിൽക്കുന്നത്. വിക്രമവും പരാക്രമവും ഒക്കെ ആണല്ലോ. ബേസിക്കലി വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ളൊരു പ്ലാനറ്റാണ്, ഗുരുവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു അലസ മനോഭാവം ഉണ്ടാവുമെന്ന് പറയാം. ഓക്കെ,
വളരെ സാധുവായിട്ടുള്ള ആളായിരിക്കും. നല്ല ഭാര്യയും ഭർത്താവൊക്കെ ഉണ്ടാവും. കാര്യം അവിടുന്ന് 9 നോക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഭാഗ്യമുണ്ട്. വരുമാനം വർധനയുള്ള ആളായിരിക്കും. പൂർവജന്മദോഷം, അല്പസന്താനം, നല്ല കയ്യക്ഷരം. പൂർവജന്മ ദോഷം എന്നാണ് 3 നിൽക്കുന്നുണ്ടായിരിക്കും. 3 എന്ന് പറഞ്ഞ പ്ലേസ്മെന്റ് ആയതുകൊണ്ടായിരിക്കണം. പക്ഷെ ഇവിടെ നിൽക്കുന്ന വ്യാഴം 7, 9, 11 നോക്കും. 7, 9, 11 നോക്കും. നല്ല കയ്യക്ഷരമൊക്കെ ആയിരിക്കും. മൈൻഡ് എങ്ങനെയായിരിക്കും? മെൻ്റൽ ഇൻക്ലിനേഷൻ, മൈൻഡിൻ്റെ ഇൻക്ലിനേഷൻ ഫിലോസഫിക്കലായിരിക്കും. മനസ്സിൻ്റെ താല്പര്യം. കാര്യം അതാണല്ലോ, വ്യാഴമാണല്ലോ. വ്യാഴം വളരെ ഫിലോസഫിക്കലായിട്ടുള്ളൊരു പ്ലാനറ്റ് അല്ലേ. അപ്പോൾ മനസ്സിൻ്റെ ഒരു ഫോക്കസ് അങ്ങോട്ടായിരിക്കും. വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു മൈൻഡായിരിക്കും. ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കും. ശുഭഗ്രഹം ആയതുകൊണ്ട് തന്നെ നല്ല സഹോദരി സഹോദരന്മാർ ഉണ്ടാകും. പറയാൻ പറ്റുമോ സാറേ? ഹയർ എഡ്യൂക്കേഷൻ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. കാര്യം ബുധൻ 3 നിൽക്കുമ്പം തന്നെ നല്ല വിദ്യാഭ്യാസം ഉണ്ട്. അപ്പോൾ വ്യാഴം നിൽക്കുമ്പോൾ അഫ്ലിക്റ്റഡ് ആണെങ്കിൽ അധികം സുഹൃത്തുക്കൾ ഉണ്ടാവില്ല. പിന്നെ ഇവർക്ക് ഇവരുടെ അവസരങ്ങൾ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അതായത് ഇവർക്ക് ജ്ഞാനം ഉണ്ടെങ്കിലും ശരിയായ സമയത്ത് ശരിയായ കാര്യം പറയാനോ ചെയ്യാനോ കഴിയില്ല. അത് ഉപയോഗിക്കേണ്ട സമയത്ത് ആ ജ്ഞാനം ഉപയോഗിക്കാൻ പറ്റില്ല. വ്യാഴം അഫ്ലിക്റ്റഡ് ആണ്. വ്യാഴത്തിൻ്റെ ക്വാളിറ്റി ഉണ്ട്, പക്ഷെ അവസരം ഉപയോഗിക്കാൻ പറ്റത്തില്ല വ്യാഴം അഫ്ലിക്റ്റഡ് ആണെങ്കിൽ. നമ്മളിപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പോവാണെങ്കിൽ നല്ലപോലെ പഠിച്ചു പോയി അവരുടെ ചിലവ് മറന്നു പോവാം. എല്ലാം വരുതി ഇവിടുന്ന് പുറത്തുനിന്ന് അയ്യോ ഇതൊക്കെ എനിക്ക് അറിയുന്നതാണ് എന്താ പറയും. അങ്ങനെയൊക്കെ ചാൻസസ് കൂടുതൽ. ബേസിക്കലി വ്യാഴവും ഈ പറഞ്ഞ പോലെ ഒരു ശുഭത്വമുള്ളൊരു പ്ലാനറ്റ് ആയത് കാരണം ചൊവ്വയെ പോലെ അഗ്രസീവായിട്ടൊരു പ്ലാനറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇറങ്ങില്ല. പക്ഷെ വേറൊരു വർഷം പറയുന്നത് വ്യാഴം ധാർമ്മികമായിട്ടൊരു പ്ലാനറ്റാണല്ലോ. എപ്പോഴൊക്കെയാണോ ഒരു ധർമ്മത്തിന് കോട്ടം ഉണ്ടാകുന്നത് അപ്പോൾ വ്യാഴം വളരെ പരാക്രമശാലി ആവുമെന്നാണ് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ശ്രീകൃഷ്ണൻ ഇടവം ലക്നൗ എന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ 3 വ്യാഴം. അപ്പോൾ യഥാഹി ധർമ്മസ്യ ഹാനിർഭവതി ഭാരത യുദ്ധാനമധർമ്മസ്യ എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ധർമ്മത്തിൽ എപ്പോഴൊക്കെ ഗ്ലാനി ഉണ്ടാകുന്നോ അപ്പോഴാണ് ശ്രീകൃഷ്ണൻ മുമ്പോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകുമ്പോൾ ഇവരുടെ മുഴുവൻ പരാക്രമവും കാണിക്കുന്നു എന്ന് പറയുന്നു. അതേപോലെ തന്നെ മൂണിൻ്റെ കാര്യവും പറയുന്നത് അതുപോലെയാണ്. മൂൺ ബേസിക്കലി ഇത്ര ആക്ടിവിറ്റീസിൽ വരാത്ത ഒരാളാണ്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ മൂൺ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു പ്ലാനറ്റ് ആണല്ലോ. അപ്പം ഇവരുടെ ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള, ഇപ്പം ഇവരുടെ അമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ മൂൺ 2ാം ഭാവാധിപനോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ ഫാമിലി ആയി. അപ്പോൾ അതിനെപ്പോൾ കോട്ടം വരുന്നോ അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവരുടെ കറേജും കാര്യങ്ങളൊക്കെ കാണിക്കും. അതായത് നമ്മുടെ മോഹൻലാൽ പറഞ്ഞ പോലെ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഞങ്ങളുടെ കുടുംബത്തിലോട്ട് ഒരാൾ കടന്നു വന്നു, അവനെ ഞങ്ങൾ പറഞ്ഞയച്ചു എന്ന് പറയുന്ന പോലെ. അപ്പോൾ എല്ലാ പ്ലാനറ്റും അവരുടേതായ രീതിയിൽ ബിഹേവ് ചെയ്യും. പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നീതിയും സത്യവും ഒന്നും നിലനിൽക്കാത്ത ഒരവസ്ഥ വരിക, ഒരു അരാജകത്വം വരിക. അങ്ങനെ വരുന്ന സമയത്ത് വ്യാഴം വളരെ ആക്റ്റീവായിട്ട് ചില അവതാരമൂർത്തികളൊക്കെ വന്നിട്ട് എല്ലാത്തിനും ലെവലാക്കും, നേരെയാക്കും, എന്നിട്ട് പോകും. അതുകൊണ്ട് 3 നിൽക്കുന്ന വ്യാഴത്തിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. എല്ലാ പ്ലാനറ്റുകളും അതെ, എല്ലാ പ്ലാനറ്റുകളും അവരുടെ സ്വഭാവങ്ങൾ. വ്യാഴം നന്നായാൽ വളരെ നല്ലതാണ്. പക്ഷേ വ്യാഴം പിണങ്ങിപ്പോയാൽ എല്ലാത്തിനും ലെവൽ ചെയ്ത് നന്നാക്കിക്കൊണ്ട്. ഇനി 3 ശുക്രനാണെങ്കിലോ, ശുക്രന് നമുക്കറിയാം വളരെ ശുഭനായിട്ടുള്ളൊരു പ്ലാനറ്റാണ്. അതുകൊണ്ട് തന്നെ ശുക്രൻ അവിടെ കംഫർട്ട് ആയിരിക്കില്ല നമുക്കറിയാം. നമ്മുടെ ഭാര്യ ഭർത്ത് ബന്ധം എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പോൾ ശുക്രൻ അവിടെ, അതായത് 3 നിൽക്കുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ കാര്യമായ യോജിപ്പുണ്ടാവണമെന്നില്ല. ഇയാൾക്ക് ഈ വ്യക്തിക്ക് ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവുണ്ടാവുമെന്നാണ് പറയുന്നത്. എന്നാൽ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവും അത്രേ. ഭാര്യയുടെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളായിരിക്കും. സ്ത്രീകൾ മുഖേന സാമ്പത്തിക നേട്ടം ഉണ്ടാവും.
ഭംഗിയുള്ള സഹോദരി സഹോദരന്മാരുണ്ടാവും. അതായത് ശുക്രനെ പോലെ ഭംഗിയുള്ള സഹോദരി സഹോദരന്മാരുണ്ടാവും. ബി വി രാമൻ സാർ പറയുന്നത് നല്ല മെന്റൽ ക്വാളിറ്റി ഉള്ള ആളായിരിക്കും, പക്ഷെ അവരുടെ ആരോഗ്യം അത്ര നന്നായിരിക്കില്ല എന്ന് പറയും. 3 ശുക്രൻ എന്നാൽ ആരോഗ്യം അത്ര നന്നായിരിക്കില്ല എന്ന് പറയുന്നു. പിന്നെ ഈ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അങ്ങനെ കലാപരമായ കാര്യങ്ങളൊക്കെ കഴിവുള്ള ആളുകളാണ്. ഫിനാൻഷ്യലിയും വലിയൊരു സക്സസ് ആയിട്ട് മാറാൻ ഇവർക്ക് കഴിയില്ല. അഫ്ലിക്റ്റഡ് ആണെങ്കിൽ പിശുക്കനായിരിക്കും, ദാരിദ്ര്യമായിരിക്കും, വളരെയധികം കാമവികാരമുള്ള ഒരാളായിരിക്കും അഫ്ലിക്റ്റഡ് ആണെങ്കിൽ. അതുമാത്രമല്ല ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അതന്നെ അഫയേഴ്സിലൊക്കെ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട് അഫ്ലിക്റ്റഡ് ആണെങ്കിൽ. ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ശനിയാണ്. അഫ്ലിക്റ്റഡ് ആണെങ്കിൽ അയാൾ പിശുക്കനായിരിക്കാം, അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാകാം, അത് വളരെ സെൻഷ്വൽ ആയിട്ടുള്ള ആളായിരിക്കാം, അതായത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ആളായിരിക്കാം. കുട്ടികളിൽ നിന്ന് വലിയ സുഖങ്ങളൊന്നും ഉണ്ടാവില്ല, മക്കളിൽ നിന്ന്. ഇതൊക്കെ ശുക്രൻ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല അപവാദങ്ങളിൽ പെടാനുള്ള ചാൻസും അതിനുള്ള താല്പര്യവും ഉണ്ടാവും, എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് പോലെ. ഭൗതികപരമായ സുഖസൗകര്യങ്ങൾ കുറഞ്ഞിരിക്കുക. അതെ ജനറൽ ഭൗതികമായി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വീട്, നല്ല ഭാര്യ, നല്ല സുഹൃത്തുക്കൾ, നല്ല വീട്, നല്ല അതിനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞിരിക്കുക. ശനി 3-ലെ ശനീനെ യോഗകാരകനായിട്ടാണ് പറയുന്നത്. ഓക്കെ, യോഗകാരകൻ. ദീർഘായുസ് ഉണ്ടാവും, ബുദ്ധി സാമർഥ്യം ഉണ്ടാവും, നല്ല ഭാര്യ, സുഖസാമഗ്രികളുള്ള ഗൃഹം, സഹോദരന്മാർക്ക് സാധ്യത കുറവാണ് പറയുന്നത്. പക്ഷേ ശനി ലഗ്നാധിപനായിട്ട് 3-ൽ നിന്നാൽ സഹോദരനാശമില്ല, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ള കഴിവ്. എനിക്കറിയില്ല. കാരകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻസ് ആണെന്ന് മനസ്സിലായി ഇംഗ്ലീഷിൽ. പക്ഷെ അതിന്റെ ശരിക്കും കാരകം എന്ന് പറയുന്നത് ഓരോ ഗ്രഹത്തിനും ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരകത്വം അതാണ് പറയുന്നത് കാരകൻ എന്ന് പറയുന്നത്. കാരകൻ എന്ന് പറഞ്ഞാൽ കാരകഭാവത്ത് നിന്നാൽ ജീവൻപരമായ കാര്യത്തിന് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. അല്ലാതെ കാര്യങ്ങൾ ശുക്രനെ കൊണ്ട് തന്നു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ ജീവൻപരമായ ഭാര്യയും ഭർത്താവുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കലാപരമായ കാര്യത്തിനൊന്നും ദോഷമുണ്ടാവില്ല. ജീവൻപരമായ ആ വാക്കിന്റെ അർത്ഥമല്ലേ സാർ ചോദിച്ചത്? അതറിയില്ല. ആ വാക്കിന്റെ അർത്ഥം അറിയാം. അതൊരു സംസ്കൃത വാക്കായിരിക്കും, അതിലുണ്ടാവും. അതൊരു സംസ്കൃതം വാക്കായിരിക്കുള്ളൂ. അത് കട്ട് ചെയ്തിട്ട് മറ്റേ അങ്ങനെയാണല്ലോ സംസ്കൃത വാക്കുകൾ. എനിക്കറിയില്ല, വ്യാകരണം അറിയില്ല. ഇംഗ്ലീഷിൽ അതിന്റെ മീനിങ് സിഗ്നിഫിക്കൻസ് എന്നാണ്. ശനിയാണെങ്കിൽ ശനി യോഗാരകനാണ്. ദീർഘായുസ് ഉണ്ടാകും, ബുദ്ധി സാമർഥ്യം, നല്ല ഭാര്യ, സുഖസാമഗ്രികളുള്ള ഗൃഹം, സഹോദരന്മാർക്ക് സാധ്യത കുറവ്. അതായത് ശനി ലഗ്നാധിപനായിട്ട് 3-ൽ നിന്നാൽ സഹോദരനാശം പറയരുത്, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനുള്ള കഴിവ്, ഇതൊക്കെ ഉണ്ടാവും. വളരെ ബ്രേവ് ആയിട്ടുള്ള ആളായിരിക്കും, വളരെ കറേജിയസ് ആയിട്ടുള്ള ആളായിരിക്കും. ഓക്കെ, ധനം ഉണ്ടാവും, നല്ല സഹോദരങ്ങൾ മൂലം ദുഃഖം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാര്യം ശനി എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന്റെ അറിയാലോ, ദുഃഖത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ശനിയാണ്. 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരാണ്. ഈ ലോക്കൽ ബോഡീസിൻ്റെയൊക്കെ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനൊക്കെ ആവാൻ സാധ്യതയുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇത് പറയുന്നത്. 3-ലെ ശനി ആളുകളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഇവർക്കുണ്ട്. 3-ലെ ശനിക്കുണ്ട്. ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അതിനുള്ള അവസരം ഇവർക്കുണ്ട്. 3-ലെ ശനി സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ അല്ലെങ്കിൽ ശനിയുടെ ബന്ധുക്ഷേത്രമൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാം. നമ്മളെക്കാളിലും താഴ്ന്ന ആൾക്കാരെ സഹായിക്കാനുള്ള ചാൻസ്, താഴ്ന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് റെസ്പെക്റ്റ് കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ യോഗ്യത നോക്കിയിട്ടുണ്ട്, പാവം നമുക്ക് അദ്ദേഹത്തിന് സഹായിക്കണമെന്ന് തോന്നുന്നൊരു വ്യക്തിത്വം, അത് നല്ലൊരു കാര്യമല്ല. ഒരുപാട് പേരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു ഇതുള്ള ഒരു കോമ്പിനേഷനാണിത്. ഇവരുടെ സക്സസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇവർ പണി എടുത്ത് ഉടനെ തന്നെ ഇവർക്ക് സക്സസ് ആവും നമ്മൾ വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? ശനി ആയതുകൊണ്ട് ഇല്ല. ഇവരുടെ ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയത്തിന് മുമ്പ് ഇവർക്കൊരു തിരിച്ചടിയോ അല്ലെങ്കിൽ ഒരു സെറ്റ് ബാക്കോ ഉണ്ടാകും. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് സാറ്റേൺ ആയത് കാരണം. മൈൻഡിൻ്റെ ടെൻഡൻസി എന്ന് പറയുന്നത് വളരെ ഗ്ലൂം ആയിട്ടുള്ള ആളായിരിക്കും, കുറച്ച് ആങ്സൈറ്റി ഉള്ള ആളായിരിക്കും. അതൊക്കെ വരാം. അതൊക്കെ ശനിയുടെ ഒരു പ്രത്യേകതകളാണ്. ഗ്ലൂമി ആയിട്ടിരിക്കുക, ആങ്സൈറ്റി ഉണ്ടാവുക. പ്രായം കൂടുന്തോറും ഇവരുടെ മെൻ്റൽ കണ്ടീഷൻ കൂടുതൽ ബെറ്റർ ആവുമെന്നാണ് പറയുന്നത്.
ഏജിനനുസരിച്ച് ഇവരുടെ മാനസിക ഒരു പക്വതയും പാകതയും ഒക്കെ കൂടുന്നാണ് പറയുന്നത്. കാര്യം ശനി 3 നല്ല റിസൾട്ട് തരുമെങ്കിലേ ഈ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ കാര്യം ഒന്നാമത് ശനിക്ക് ഇത്തിരി പ്രായമുണ്ട്, നമുക്കറിയാലോ, ഇത്തിരി ഏജ്ഡാണ്. പിന്നെ ഒരു കാലിനൊരു പ്രശ്നമുണ്ട്. അപ്പൊ ചൊവ്വയൊക്കെ ചാടി ഇറങ്ങണ പോലെ പുള്ളിക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ശരി പണ്ടേ മുടത്തരാ കാലിന് ഒരു കാലം ഒടിഞ്ഞു. അതറിഞ്ഞില്ലേ? പഴയ കഥ അറിഞ്ഞൂടെ? പിന്നെ ഈ രാമായണത്തിന്റെ കഥ അറിയില്ലേ? രാമായണല്ലേ? പുരാണത്തില് ഈ രാവണന്റെ സന്തതി ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ഗ്രഹങ്ങളെയും അനുകൂലമായ സ്ഥാനത്ത് പിടിച്ചു നിർത്തി. പക്ഷെ അങ്ങനെ നടന്നാൽ ശരിയാവില്ല, അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ. അല്ല, 2 കഥയുണ്ട്. ഒന്ന് രാവണനുമായിട്ടുള്ള ബന്ധപ്പെട്ട കഥ അല്ലേ? അല്ല, ഇയാളുടെ കാല് മുറിച്ചിട്ട് ചോര വന്നിട്ട് ഗുളികനുണ്ടായൊരു കഥ, അതൊരു കഥയുണ്ട്. പിന്നെ വേറൊരു കഥ, അതായത് ഇന്ദ്രജിത്തിന്റെ ജന്മമായിട്ട് ബന്ധപ്പെട്ട കഥ. എല്ലാ ഗ്രഹങ്ങളെയും പുള്ളി കൺട്രോൾ ചെയ്തു. ആ സമയത്താണ് ശരിക്കും അപ്പോഴേ എല്ലാ ഗ്രഹങ്ങളെയും കൺട്രോൾ ചെയ്ത് അവരുടെ സ്ഥാനത്ത് നിന്ന് അപ്പോഴേ ഇന്ദ്രജിത്ത് ജനിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ജനിക്കാൻ പാടില്ല. അതിന് വേറെ നാരദനോ വേറെ ഒരാൾ ഇടപെട്ടിട്ട് ഈ ശനിയുടെ കാല് മുറിക്കുക. അപ്പോൾ ശനി 2 ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക. കാല് മുറിക്കുന്ന സമയത്ത് ചോര വന്നു, അതിനെ ഉരുട്ടി ഒരു അപ്പം ഗുളികനെ എവിടെ പോയാലും ചാടിയേ പോവുള്ളൂ. അപ്പോൾ ഈ സെറ്റപ്പ് കംപ്ലീറ്റ് മാറി. അതാണ് ഒരു പുരാണത്തിൻ്റെ കഥ, ഗുളികൻ്റെ ഉത്ഭവം. വേറൊരു കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൂര്യന്റെ മകനാണല്ലോ ശനി എന്ന് പറയണത്. അപ്പം നെക്സ്റ്റ് പ്രിൻസ് എന്ന് പറയണത് ഈ ശനിക്കും അവകാശം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ പറ്റില്ല. സൂര്യന് ബേസിക്കലി ശനിയായിട്ടൊരു ഈഗോ പ്രശ്നമുണ്ട്. എന്നാൽ ശനി കാണാൻ ഭംഗിയില്ല. സൂര്യൻ എങ്ങനെ ദാസിയുടെ പുത്രനാണ്, നിഴലിന്റെ പുത്രനാണോ? ആ, അങ്ങനെ ആയുധം എടുത്തെറിഞ്ഞെന്ന് പറയണു. ചിലര് പറയണു ശനിയുടെ മേളിൽ തേര് ഓടിച്ചു കയറ്റി എന്ന് പറയണു. എന്താ അങ്ങനെ അച്ഛനാണ് കാലൊടിച്ചതെന്നൊരു കഥയും കൂടി ഉണ്ട്. എന്തായാലും ഇവര് തമ്മിൽ ചേരത്തില്ലെന്ന് നമുക്കറിയാം. ഏത് സൂര്യനും ശനിയും തമ്മിൽ ചേരത്തില്ല. സൂര്യന്റെ വീട്ടില് ശനി വരിക, ശനിയുടെ വീട്ടില് സൂര്യൻ പോവാ, ബുദ്ധിമുട്ടാ. മിക്കവാറും ശനിയുടെ കാലം അങ്ങനെയാണെങ്കിൽ സൂര്യൻ തന്നെ ആയിരിക്കണം. എന്തായാലും കാലൊരു പ്രശ്നം തന്നെ ആട്ടോ, റെപ്രസെന്റ് ചെയ്തായിരിക്കും. പക്ഷെ അത് ഒരുപാട് റെലവൻസ് ഉണ്ട് അതിന്. കാര്യം ശനിയുടെ പീരീഡിൽ കണ്ടോ കാലുകൾക്ക് പ്രശ്നം വരുന്നേ. കാലിന് പ്രശ്നം വരും, ശനിയുടെ കാലെന്തായാലും പ്രശ്നം വരും. ആ വാദം വന്ന് കാലൊക്കെ ഇങ്ങനെ ചില വാമവാദമൊക്കെ വന്ന് കാലൊന്നും അനക്കാൻ പറ്റാണ്ടായി, നടക്കാൻ പറ്റില്ല, കാലെടുത്ത് വെക്കാൻ പറ്റില്ല. അല്ല, മുതലായ ഇത്തരം കാര്യമായ പ്രശ്നങ്ങൾ വരില്ല. ഗുളിക നിൽക്കുന്നതാണോ? അച്ഛന് പോലെ ഗുളിക. ഗ്രഹങ്ങളിലോ? അല്ലല്ല, ബുധൻ സൂര്യന്റെ പുത്രനല്ല. ബുധൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ പുത്രനാണ്. ചന്ദ്രന്റെ താരയിലുണ്ടായ പുത്രനാണ്. സൂര്യന്റെ പുത്രനായിട്ട് വേറെ ഗ്രഹം ഇല്ല, നമ്മൾ പഠിക്കുന്നില്ല. ആ, പിന്നെ യമനും യമുനയാണ് സൂര്യന്റെ 2 പുത്രനും പുത്രി. യമനും യമുനയും. വേറെ പുത്രന്മാരെ കുറിച്ച് അവിടെ പിക്ചറിലില്ല. ഉണ്ടാവുമായിരിക്കും, ഇവർക്കൊക്കെ ഒരുപാട് കുട്ടികളുണ്ടല്ലോ, നമുക്കറിയില്ലല്ലോ. ശനിക്ക് തന്നെ അങ്ങനെ ഒരു ബന്ധം പറയുന്നുണ്ടല്ലോ, ജ്യേഷ്ഠ ഭാര്യയായിട്ട് എന്തോ ബന്ധം പറയുന്നില്ലേ ശനിക്ക്? അങ്ങനെ എന്തോ ഒരു കഥയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട് കഥ. വേണ്ട, ഇനി പിന്നെ പറയാം. രാഹു ആണെങ്കിലോ 3rd നല്ല പൊസിഷനായിരിക്കും. നല്ല പൊസിഷനാണ് രാഹു മഹാപരാക്രമിയാണെന്ന് നമുക്കറിയാലോ, വിക്രമസ്ഥാനത്തുമാണ്. അപ്പോൾ അത് രാഹുവിന് വളരെ നല്ല പൊസിഷനാണ്. ഏതാണ് ഒരു പൊസിഷൻ അനുസരിച്ച് അങ്ങനെ വരാൻ. രാഹുവിന് ശരിക്കും ഒരേ സ്വഭാവമാണല്ലോ. വരാം. ദീർഘായുസാണ്, ധനപരമായ നേട്ടമുണ്ട്. ശരിയേക്കാളും കുറച്ചുകൂടി നല്ലത് രാഹുവാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ലെവലിലും ആൾക്കാരായിട്ട് മൂവ് ചെയ്യുന്ന ലെവലിലും ശനി കുറച്ച് സ്ലോ ആയിട്ടുള്ള പ്ലാൻ. ഇത് ഭയങ്കര സ്പീഡല്ലേ? രാഹുവിന് ഭയങ്കര സ്പീഡാണ്, പബ്ലിസിറ്റി. 3 എന്ന് പറയുന്നത് മൂവിങ് ആണ്, രാഹു എന്ന് പറയുന്നത് കണ്ടിന്യൂസ് മൂവിങ് ആണ്. ഈ മീഡിയ എന്നൊക്കെ പറയണത് രാഹു ശരിക്കും ഉപയോഗിക്കും. ഭയങ്കര ഒരു സൂക്ഷിക്കുക വേണ്ട സത്യത്തില് രാഹുവിനെ.
മൂന്നിൽ നിൽക്കുന്ന രാഹുവേ പരാക്രമം കൂടും, നോർമലിനേക്കാൾ കൂടുതൽ. വിക്രമസ്ഥാനമാണ് രാഹു, അർദ്ധകായം മഹാവീര്യം അല്ലേ, മഹാവീര്യമാണ്. അപ്പൊ അത്രയും വീര്യമുള്ള ആളാണ്. അപ്പൊ മൂന്നിലെ പുള്ളി വെറുതെ നിൽക്കില്ല. അമൃതം കുടിച്ചിട്ടുണ്ട്, അത് നിൽക്കില്ല, അത് നമ്മൾ കൈ നിൽക്കാത്ത ഒരാളാണ്. ദീർഘായുസാണ്, ധനപരമായ നേട്ടം, ബുദ്ധിക്കുറവെങ്കിലും നല്ല ശരീരബലമുള്ള ആളാണ്, ഭാഗ്യവാനാണ്. ഇത് സാറ് പറഞ്ഞ പോലെ ചെവിക്കോ കണ്ണിനോ വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ ലാസ്റ്റ് അവസാന സന്തതി ആയിരിക്കും, അവസാന സന്തതി ആയിരിക്കും, കുടുംബത്തിലെ അവസാന സന്തതി ആയിരിക്കും. എനിക്കൊരു മോളേ ഉള്ളൂ, അവൾക്ക് മൂന്നിലെ രാഹു. ആദ്യത്തെ അവസാനത്തെയും ഉള്ളൂ. ഇത് അത് ഇപ്പം പരീക്ഷയൊക്കെ അല്ലേ, പരീക്ഷ കഴിഞ്ഞു 10ാം ക്ലാസ്സിലായ കാരണം വീട്ടിൽ നിന്ന് പഠിക്കും. അത് ഞാൻ മറന്നുപോയി അവളെ കൊണ്ടുവന്നായിരുന്നു. സത്യം 10ലേക്ക് അവള് ഞാൻ മറന്നുപോയി സാറേ അവള് പഠിക്കണ്ടെന്നുള്ള കാര്യം. പിന്നെ സാറിന് ദക്ഷിണയൊക്കെ കൊടുത്ത് ശിഷ്യത്വമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് വരാതെ 10ലെ 10ാം ക്ലാസ്. അതല്ല, അവൾക്ക് ഈ മലയാളം കൂടി കാരണം അവൾക്കൊന്നും പെട്ടെന്ന് ക്ലിക്കാവണില്ല. നമ്മൾ പറയുന്ന മലയാളം തന്നെ, പുള്ളിക്കാരിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പം പക്ഷെ അറിയാം, കുറേയൊക്കെ അറിയാം. കുറേയൊക്കെ അറിയാം. പഠിപ്പിച്ചെടുക്കണമെന്ന് വിചാരിക്കണം. 8ലെ വ്യാഴമാണ്, നമുക്ക് പഠിപ്പിച്ചെടുക്കണമെന്ന് വിചാരിക്കും. പുറമേ കാണുന്ന ആളുകൾക്ക് ഭയങ്കര ധൈര്യശാലിയായിട്ട് തന്നെ ഒരു ഫീൽ ചെയ്യും. രാഹു ഒരു ഇല്ലൂഷൻ ആണെന്നുള്ള കാര്യം അറിയാലോ. അതായത് ഈ ചൊവ്വയുടെ പ്രകടനവും രാഹുവിന്റെ പ്രകടനത്തിൽ വ്യത്യാസമുണ്ട്. ചൊവ്വ ഇപ്പൊ അടിക്കുമെന്ന് പറഞ്ഞാൽ അടി അവിടെ പൊട്ടിയിട്ടുണ്ടാവും. രാഹു എന്ന് പറഞ്ഞാൽ സാർ ഒന്ന് കൈ പിടിച്ചതെന്ന് പറഞ്ഞിട്ട് നിന്നെ ഇപ്പൊ കൊല്ലുന്നേ പറയുള്ളൂ. മനസ്സിലായോ? കാണുമ്പം ഭയങ്കര ഇതൊക്കെ ആയിരിക്കും, ഭയങ്കര ധൈര്യമൊക്കെ തോന്നും. ധൈര്യം ഉണ്ട് താനും, എന്നാലും കാണുന്ന അത്ര ഉണ്ടാവൂല. അതായത് മനസ്സിലായോ? ചൊവ്വയാണെങ്കിൽ നമ്മൾ ഭയങ്കര സൂക്ഷിക്കണം. ചൊവ്വയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ, അത് സംശയമൊന്നുമില്ല. അത് തന്നെ. രാഹു ആണെങ്കിൽ ചിലപ്പം ആ പ്രകടനം മാത്രമേ ഉണ്ടാവുള്ളൂ. പലതും പ്രകടനം മാത്രമാണല്ലോ. അതൊക്കെ ശരി, അത് ശരിയാ. ധൈര്യമുണ്ട്, അതുകൊണ്ട് മഹാവീരൻ എന്ന് പറയുന്നത്. എന്നാൽ പോലും ചൊവ്വയുടെ അത്ര അഗ്രസീവ്നെസ് വരില്ല രാഹുവിന്. എനിക്ക് തോന്നുന്നു രാഹുവിന് ചൊവ്വേനേക്കാളും കൂടി കുറച്ചും കൂടി ചിന്തിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. കാര്യം ചൊവ്വ ഒന്നും ചിന്തിക്കില്ല, വളരെ ഇമ്പൾസീവാണ്. ചൊവ്വ അപ്പം തന്നെ റിയാക്ട് ചെയ്യും. രാഹു അങ്ങനെയല്ല, രാഹു വളരെ കണ്ണിങ് ആണ്, വളരെ ക്രൂക്കഡായിട്ടുള്ള ഒരാളാണ്. ചൊവ്വയാണെങ്കിൽ അവിടെ പോയി ഇരിക്കില്ല. ആ ചൊവ്വ അതും തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുകയുള്ളൂ, നേരെ പോയി. ഈ അമൃതിന്റെ അവിടെ പോയി രൂപം മാറിയിരിക്കാനുള്ള മെനക്കെടൊന്നും ചെയ്യില്ല. ഉള്ള സമയത്ത് അത് എടുത്തുകൊണ്ട് നമുക്ക് പോകും. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ലല്ലോ. ഇദ്ദേഹം അവിടെ വളരെ പ്ലാൻഡ് ആയിട്ട്. രാഹുവിനെയും കേതുവിനെയും നമുക്കൊരിക്കലും ഡീകോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഏറ്റവും ടഫായിട്ടുള്ള 2 പ്ലാൻ. അവർ ഛായാഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ, ഇല്യൂഷണറി ആയതുകൊണ്ട് തന്നെ നമുക്ക് അവർ ഡീകോഡ് ചെയ്തെടുക്കാൻ അത്ര എളുപ്പമല്ല. പിന്നെ സ്വന്തമായ വീടില്ല. ഏത് വീട്ടിൽ നിൽക്കുന്നോ ആ വീട്ടുകാരുടെ സ്വഭാവമായിരിക്കും. ഇല്ലേ, രാഹുൽ വീടില്ലല്ലോ. ചിലപ്പം ഈ പറയുന്ന പോലെ രാഹുവിനെ കാഴ്ചയെ തന്നെ വളരെ ധൈര്യശാലിയായിട്ട് തോന്നിക്കുമായിരിക്കും, ചൊവ്വനെ കാഴ്ചയെ തോന്നിക്കില്ലായിരിക്കും. അപ്പൊ അങ്ങനെ ആയിരിക്കാം. മനസ്സിലായോ? രണ്ടുപേരും ബ്രേവ് ആയിരിക്കാം. പിന്നെ രാഹു കേതുവിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൂടി നമ്മുടെ ദേഹത്തിലുള്ള നാഡീ ഞരമ്പുകളെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്നത് രാഹു കേതു ചേർന്നിട്ടാണ് നമ്മുടെ സർക്കുലേഷൻ്റെ സിസ്റ്റം മുഴുവൻ നോക്കുന്നത്, ബ്ലഡ് സർക്കുലേഷൻ. അപ്പോൾ ഈ കൈവേദന, കാലുവേദന, മുട്ടുവേദന, ബ്ലഡ് സർക്കുലേഷൻ കുറയുക, അതൊക്കെ രാഹുവിൻ്റെ ദുസ്ഥാനത്തൊക്കെ പോയി നിന്നാൽ അത് കൂടുതലായിട്ട് വരും. നാഡീ ഞരമ്പുകൾ നിയന്ത്രിക്കുക, നമ്മുടെ രക്തോട്ടം, നാഡീഞരമ്പാണുള്ള രക്തോട്ടം. ഇപ്പോൾ പുറമെ ഔട്ട്വേർഡ് അപ്പിയറൻസിൽ വളരെ ബ്രേവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത സഡൻ ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ന്യൂസ്, വാർത്തകൾ എന്ന് പറയുന്നത് 3rd ഹൗസിലെ രാഹുവാണ്. ഓക്കെ, പിന്നെ സഹോദരന്മാർക്ക് നല്ലതല്ല നമ്മൾ പറഞ്ഞു.
പിന്നെ ഇവർക്ക് സ്വന്തം കാഴ്ചപ്പാടുകൾക്കും അവരുടെ ഒരു ഐഡിയാസിനെതിരായിട്ട് മിക്കപ്പോഴും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും. സൊസൈറ്റി പലപ്പോഴും ഇവരെ കുറ്റം പറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരാളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ രാഹു നിൽക്കുക, ലഗ്നത്തിൽ രാഹു, അതിനെന്താ ഫലം? കണ്ണിന് അസ്വസ്ഥതകളുണ്ടാകും. മിക്കവാറും കണ്ണട ഉപയോഗിക്കേണ്ട കുട്ടിക്കാലത്തിന് കണ്ണട ഉപയോഗിക്കേണ്ട ആൾ കണ്ണിന് സർജറിയോ അല്ലെങ്കിൽ ലെൻസിനും ഒക്കെ വരാനുള്ള പോസിബിലിറ്റി. ലഗ്നത്തിൽ രാഹു നിന്നാൽ മിക്കവാറും കണ്ണിന് പ്രശ്നങ്ങളുള്ള ആളാണ്. മുഖത്തിന് തന്നെ ഒരു ചെറിയ പ്രശ്നം, സ്കിൻ ഡിസീസ് ഉണ്ടാവും. ഒന്നാം ഭാവം വെച്ചിട്ട് കണ്ടു പറയാം. മിക്കവാറും കാഴ്ചക്ക് ബുദ്ധിമുട്ടുള്ള ആളായിരിക്കും. പക്ഷെ ഒന്നിൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് അവരുടെ ക്യാരക്ടറാണ് നമുക്ക് ഒട്ടും പിടികിട്ടാതെ. അവരുടെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റില്ല. അവർ ഹിപ്പോക്രാറ്റ് ആയിട്ടുള്ള ആളുകൾ പോലെ നമുക്ക് ഒരു വൈരുദ്ധ്യം കാണും. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താ സ്വഭാവമാണെന്ന് പറയാൻ. നിഗൂഢതയല്ല, അതൊരു തരം ഒരു മാനസിക പ്രശ്നം വരാറുണ്ട് പലർക്കും. ഫസ്റ്റ് ഹൗസ് രാഹു അത് പ്രശ്നമാണ്. ഫസ്റ്റ് ഹൗസ് കേതു വന്നാലും ഈ പറഞ്ഞ പോലെ പ്രശ്നം വരും. കേതു എന്ന് പറഞ്ഞാൽ ഹെഡ്ലെസ് അല്ലേ, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇവരില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കളിച്ചു. ഡിപ്രഷൻ പോലെ വരാം. കൂടുതൽ ഇവർ ലോകം ഉണ്ടാക്കും. എന്നിട്ട് ഇവര് കാണാത്തതൊക്കെ ഇവർ കണ്ടു എന്നും കണ്ടതൊക്കെ വേറെന്തൊക്കെയാണെന്നും. അത് തമാശ പറഞ്ഞല്ല. കഴിഞ്ഞ ദിവസം ഈ ഒരു ക്ലിപ്പിങ് ഞാൻ കണ്ടു. അത് ഈ വാനപ്രസ്ഥം സിനിമയില്ലേ, അതിൽ സുഹാസിനി ഉണ്ടല്ലോ. സുഹാസിനി ഈ മോഹൻലാലിന് ഇഷ്ടമാണ്. മോഹൻലാൽ അർജുനന്റെ കഥകളി ആയിട്ടാണ് ചെയ്യണേ. സുഹാസിനി അയാളെ കാണുന്നത് അർജുനായിട്ടാണ്. എന്നിട്ട് സുഹാസിനി അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അതായത് അർജുനന്റെ ഭാര്യ അങ്ങനെ എന്തൊക്കെയാണ് ചിന്തിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ ഫസ്റ്റ് ഹൗസ് കേതുവാണ്. ഡയറക്ഷൻ ഇല്ല ഇവർക്ക്. എന്താണ് ഏതാണെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. മാത്രമേ ഉള്ളൂ, തലയില്ലാത്ത വളരെ കോംപ്ലിക്കേറ്റഡ് ആണത്. ഫസ്റ്റ് ഹൗസ് രാഹുവും ഫസ്റ്റ് ഹൗസ് കേതും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് തന്നെയാണ്. പിന്നെ 10 രാഹു ഡോക്ടർ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. 10 രാഹു ഹീലിങ്ങിനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. ഹീലിംഗ് കപ്പാസിറ്റി. പിന്നെ ഇവർ ഈ രാഹു ആണെങ്കിൽ 3-ലാണെങ്കിൽ ഇവർക്ക് വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കും. അതിൽ ഇവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് നമുക്ക് അറിയാൻ പോലും പറ്റില്ല. വളരെ അത് തന്നെ സീക്രട്ടീവ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അവർക്ക്. രഹസ്യമായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കാത്ത പോലെ പല തലങ്ങളിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവും. താഴെ കടയിലുള്ളതും തൊട്ട് അങ്ങ് മേലെ ഏത് ലെവലിലുള്ള സുഹൃത്തുക്കൾ ഉണ്ടാക്കാനുള്ള ഒരു സംഭവമുണ്ട്. രാഹു തേർഡ് ഹൗസ്. പിന്നെ മിക്കവാറും അവരവരെക്കാളും താഴ്ന്ന ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ടാവും. സുഹൃത്തുക്കൾ കാരണം പലപ്പോഴും അപകടത്തിൽപ്പെടാനുള്ള സുഹൃത്ത് മുഖേന അപകടത്തിൽപ്പെടുക, മോശം സുഹൃത്തുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. തെറ്റായ സുഹൃത്ത് ബന്ധങ്ങൾ. നമ്മുടെ സൊസൈറ്റി അറിയപ്പെടുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ മുഖേനയാണില്ലേ. നമ്മുടെ പേഴ്സണാലിറ്റി സുഹൃത്തുക്കൾ. നമ്മൾ നല്ല ആളുടെ കൂടെ നടക്കുകയാണെങ്കിൽ തിരക്കേടില്ല. നമ്മളെക്കാളിലും സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളിൽ ആൾക്കാർ കാണുന്നത് ആ ലെവലിലാണ്. അപ്പോൾ രാഹുവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ രാഹുവിനെ നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു ഗ്രഹമാണ്. ഇതൊക്കെ നമ്മൾ ശ്രമിച്ചാലും ഫുള്ളി ചെയ്യാൻ പറ്റില്ല. ഇവര് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ക്ലവർനെസ് ആണ് ഫുള്ള്. വളരെ ക്ലവർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെയാണ് ഇവർ. വളരെ അങ്ങനത്തെ ആളുകളാണ്. പിന്നെ രാഹു കൊണ്ടുവരുന്ന വേറെ കാര്യം കൂടി പറയാം. രാഹു തേർഡ് ഹൗസിലാണെങ്കിൽ നമുക്ക് കൊണ്ടുവരുന്ന ഫെയിം ഒക്കെ ലോക്കൽ സക്സസ് ആയിരിക്കും. അതൊരു ഗ്ലോബൽ ലെവലുള്ള ഒരു സക്സസ് ഓഫർ ചെയ്യില്ല. തേർഡ് ഹൗസിലാണെങ്കിൽ 9th ഹൗസിലാണെങ്കിൽ ഒരു ഗ്ലോബൽ ലെവൽ സക്സസ് നമുക്ക് ഓഫർ ചെയ്യുന്ന പറയും. അതേമാതിരി രാഹു 2-ൽ നിൽക്കുക. 2 എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും അപാകതകളുണ്ടാവാം, അല്ലെങ്കിൽ ഉള്ളത് മറച്ചു വെച്ചുകൊണ്ട് ചെയ്യാം. വേറെ ലെവലിൽ സംസാരിക്കുക, കള്ളം പറയാൻ ചാൻസ്, വളച്ചൊടിക്കാൻ ചാൻസ്. പിന്നെ ചിലപ്പോൾ നാവിന് തന്നെ തകരാറ്, സംസാരിക്കാൻ ക്ലാരിറ്റി കുറയുക, അങ്ങനെയും വരാം. വിക്ക് അത് ഗുളികരാ. 2-ൽ ഗുളികരുണ്ടെങ്കിൽ വിക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
പക്ഷെ അങ്ങോട്ട് വരില്ല, വരാൻ ശ്രമിച്ചാലും കുറച്ചുകൂടി കെയർഫുള്ളായ ഒന്നുകൂടി അബദ്ധത്തിലേക്ക്. കേതു ആണെങ്കിൽ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ അവർ. കേതു പക്ഷെ വളരെ ട്രൂത്ത്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നു, സത്യസന്ധമായിട്ട് സംസാരിക്കും. നേരവോ അതാണ്. രാഹു അങ്ങനെയല്ല. തേർഡ് ഹൗസിൽ കേതു ആണെങ്കിൽ, 3-ൽ കേതു ആണെങ്കിൽ സമ്പത്തുള്ള ആളായിരിക്കും, മറ്റുള്ളവരുടെ ഔദാര്യമുള്ള ആളായിരിക്കും. സഹോദരന്മാർ ഇവിടെ ഉണ്ടാവില്ല, താഴെ സഹോദരന്മാരുണ്ടാവാൻ, കേതു ആണല്ലോ കട്ടിങ് പ്ലാനറ്റ് ആയിട്ട് സഹോദരന്മാരുണ്ടാവില്ല. ദീർഘായുസ് ഉണ്ടാകും, പ്രതിഭാശാലി ആയിരിക്കും, ഉന്നതിയെ പ്രാപിക്കുന്നവരാണ്, ടെക്സ്റ്റിലുണ്ടതൊക്കെ. മാതാപിതാക്കൾക്ക് മനോദുഃഖം ഉണ്ടാക്കുന്നവരാണ്. സമ്പത്ത്, ഔദാര്യം, സഹോദരങ്ങളുടെ ഇല്ലായ്മ, ദീർഘായുസ്, പ്രതിഭാശാലി, ഉന്നതിയെ പ്രാപിക്കുന്നവർ, മാതാപിതാക്കൾക്ക് ദുഃഖം ഉണ്ടാക്കുന്നവർ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആളുകളാണ്, രസികന്മാരാണ്. മൈൻഡ് ഈ പറയുന്ന പോലെ ഹാലൂസിനേഷൻസ് ഉണ്ടാകും. അവരുടെ മെൻ്റൽ ഇൻക്ലിനേഷൻ ആണല്ലോ 3 എന്ന് പറയുന്നത്. അത് ഹാലൂസിനേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇവർക്ക്. തേർഡ് ഹൗസ് കേതു. വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇവർ ഈ വളരെ ക്രൂവലായിട്ടുള്ള ആളുകളായിരിക്കും, വളരെ വാശിക്കാരായിരിക്കും. ഹിറ്റ്ലറിൻ്റെ തേർഡ് ഹൗസ് കേതു വരും, 3-ൽ കേതു വരും. ഹിറ്റ്ലറിന്റെ തേർഡ് ഹൗസ് കേതു ആയിരുന്നു. വളരെ ക്രൂവലായിട്ടുള്ള, വളരെ വാശിക്കാരനായിട്ടുള്ള, പഴയ സിദ്ധാന്തവും കൊണ്ടാണല്ലോ വന്നത്, നമ്മുടെ ആര്യൻ സിദ്ധാന്തം കൊണ്ടാണ്. അത് ഈ കേതു പഴയതുമായിട്ട് ഭയങ്കര ബന്ധമാണ്. പഴയ കാര്യങ്ങൾ ചടഞ്ഞെടുക്കുന്നതിൽ പഴമയായിട്ട് ഭയങ്കര ബന്ധമാണ്. ഈ ഫസ്റ്റ് ഹൗസ് കേതുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ പഴയ കാര്യങ്ങൾ അവർ ഡിഗ് ചെയ്തെടുക്കും. അവർക്ക് അതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെയാണ് താല്പര്യം. ഇവരുടെ സുഹൃത്തുക്കൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഓക്കെ, ഡൺ, ആ ലെവലിൽ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ പോലെ പോകും. സാറ് കൊണ്ട് പറയാൻ കേതുവിന്റെ കാര്യം പറയുമ്പോൾ ഈ രഹസ്യമായിട്ട് ബോംബ് ഉണ്ടാക്കുന്നവർ കേതു അല്ലേ അല്ലേ സാർ? വലിയ വിനാശം കൊണ്ടുവരാൻ കഴിവുള്ള ആളുകളാണ് അല്ലേ സാറേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ വൈകുന്നേരം കടയിൽ പോകുമ്പോൾ സഞ്ചി കൊണ്ടുപോകും, സാധനങ്ങളൊക്കെ കൊണ്ടുപോകും, തേങ്ങയൊക്കെ കൊണ്ട് വിറ്റിട്ടാണ് സാധനം പണിയത്. അവിടെ എന്താ ചെയ്യുന്നത്, ഈ ബോംബാണ് കൊണ്ടുപോകുന്നത് വൈകുന്നേരം സ്ഥലത്ത് കൊണ്ടുപോയി ബോംബ്. അത് ഈ കേതുവിൻ്റെ സ്വാധീനമാണ്. സ്ഫോടക വസ്തു ഉണ്ടാക്കാൻ പ്രതീക്ഷിക്കാറ്. ഈ നമ്മുടെ മനസ്സ് കേതു 3 കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഒന്ന് താന്ത്രികമായിട്ടുള്ള വിദ്യകൾ, ഓക്കെ, ഒക്കൾട്ടായിട്ടുള്ള. 2 ജ്യോതിഷം വിടും. 2 സ്പിരിച്വാലിറ്റി, പ്യൂർ ആയിട്ടുള്ള ആധ്യാത്മികത. അതായത് അവിടെ ജ്യോതിഷമൊന്നും വരുന്നില്ല, സന്യാസം പോലെ. മനോബലമാണ് ശരിക്കും. 3 അഡിക്ഷനാണ്. അപ്പം ഇതിൽ ഏത് നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ പോവാം, ഒക്കൾട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോവാം, അഡിക്ഷനും പോവാം. അതുകൊണ്ടാണ് നല്ല കമ്പനി, അതായത് ഈ തേർഡ് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളും കൂടിയൊക്കെ ആണല്ലോ. അപ്പം നല്ല കമ്പനിയാണ്, നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഓക്കെ, നല്ല രീതിയിൽ തന്നെ പോകും. നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ ജാതകം നോക്കുകയാണെങ്കിൽ അതിൽ 3-ൽ കേതു നിൽക്കുകയാണെങ്കിൽ ആ കുട്ടി ഏത് ലെവലിൽ പോകുന്നത് നമുക്ക് മുൻകൂട്ടി അവർക്ക് അഡ്വൈസ് കൊടുക്കാൻ പറ്റും. 3 രാഹു സുഹൃത്തുക്കളെ ശ്രദ്ധിക്കണം, നല്ല കൂട്ടുകാരുടെ പോകാൻ പാടും നമുക്ക് പറയാം. ഒരാളുടെ മോൾഡ് ചെയ്യുന്ന കുട്ടിക്കാലത്തൊക്കെ ആ സുഹൃത്തുക്കളായിരിക്കും. അപ്പം നല്ല സുഹൃത്തുക്കളോട് ഈ കുട്ടിയെ വിട്ടിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമുക്ക് പാരൻസിനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനി ഗുളികനാണെങ്കിലോ 3-ൽ വലിയ ഈശ്വരവിശ്വാസിയാണ്. താഴെ സഹോദരന്മാർ ഉണ്ടായിട്ട് മരിച്ചു പോവുക, അങ്ങനെയൊക്കെ സംഭവിക്കാം. ദുഷ്കർമ്മം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകാം, മതപരിവർത്തനത്തിന് വിധേയരാകാം. എനിക്ക് 3-ൽ ഗുളികരാണ് കേട്ടോ. ഇതൊന്നുമില്ലല്ലോ. പക്ഷേ ഈശ്വരവിശ്വാസിയാണ് സാർ. ഈശ്വരവിശ്വാസിയാണ്. സഹോദരന്മാരുണ്ടായിട്ട് മരിച്ചു? ഉണ്ടായിട്ടില്ല. ദുഷ്കർമ്മം ചെയ്യാനുള്ള പ്രേരണ പറയുന്നത്. പക്ഷെ അത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഹൗ ടു ഡീൽ ഇറ്റ്. നമ്മൾ നല്ല വഴിക്ക് വന്നാൽ നമുക്ക് നല്ല വഴിക്ക് പകർന്നു വരാൻ പറ്റും. ദുഷ്കർമ്മം ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. പക്ഷേ അത് ഇത് നമ്മൾ സിംഗിൾ പ്ലാനറ്റിലെ പറയണ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ട്. ഇത്രയാണ് തേർഡ് ഹൗസിൽ പ്ലാനറ്റുകൾ നിന്നാനുള്ള എഫക്റ്റ്. ഇനിയിപ്പം 3-ാം ഭാവാധിപൻ മറ്റ് ഭാവങ്ങളിൽ നിന്നാണുള്ളത്. അത് നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം.
മുൻജന്മഭാവമുണ്ട്. 3-ൽ കേതു വന്ന മുൻജന്മം, 3-ലും 5-ഉം ഒക്കെ മുൻജന്മം, കഴിഞ്ഞ ജന്മത്തിലുള്ള അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് 5 ഉണ്ട്. പിന്നെ ആധികാരികമായിട്ടും കൂടി പറയുകയാണെങ്കിൽ 3 കൂടി വരുന്നുണ്ട് അതിനകത്ത്. 3 എന്ന് പറഞ്ഞാൽ 8-ന്റെ 8 അല്ലേ? 8. രഹസ്യത്തിന്റെ രഹസ്യമാണെന്ന് ആലോചിക്കണം. 8 നമ്മുടെ നിഗൂഢത എന്ന് പറയുന്നത്. അപ്പം നിഗൂഢതയുടെയും നിഗൂഢതയാണ് 3 എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 3-ൽ ഗുളികൻ വന്നുകൊണ്ടാണ് നമ്മൾ ഞാൻ അത് വെച്ച് അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ ജ്യോതിഷത്തിലേക്ക് നമ്മൾ വരാൻ കാരണം 3-ൽ ഗുളികൻ നിൽക്കുന്നു, അല്ല 3-ൽ ഇത് നിൽക്കുന്നതുകൊണ്ടാണ്. ഓ ശരി. അങ്ങനെ ഒരു ചാൻസ് കൂടെ ഉണ്ട്. പക്ഷെ രണ്ടും ആവാം, ഏത് വഴിക്കും പോകാം. നമ്മൾ സെലക്ട് ചെയ്യുന്ന വഴി മാതിരിയേ വരുള്ളൂ. സാറ് സാറ്റേൺ കേതു കോമ്പിനേഷൻ അല്ലേ? സാറ്റേൺ കേതു കോമ്പിനേഷൻ വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്നുമില്ല. സാറ്റേൺ എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ എന്നാണ്, കേതു എന്ന് പറഞ്ഞാൽ ഒക്കൾട്ടാണ്. അപ്പോൾ ഒക്കൾട്ടിൻ്റെ എന്തെങ്കിലും പ്രൊഫഷൻ എടുക്കുന്നതാണ് സാറിന് നല്ലത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പ്രൊഫഷനിലോട്ട് പോകണമെന്നല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ആ ഇപ്പൊ ലഗ്നത്തിൽ അതെ പ്രാവർത്തികമാക്കുകയാണ്. അതെ 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 അതാണ് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ല എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ തന്നെ എൻ്റെ സ്വഭാവത്തിന് ഏതാണ്ട് നല്ലൊരു പെർസെൻറ്റേജ് വ്യത്യാസം വന്നു ജ്യോതിഷം വന്നുകൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്ത് വന്നു. അറിഞ്ഞു വന്നതല്ല, അബദ്ധത്തിൽ വന്നതാണ്. ദൈവനിശ്ചയമാണ്. അല്ലെങ്കിൽ ഇവിടെ ഒന്നുമല്ല. വേറെ വളരെ പിന്നെ കേമദ്രവ യോഗം, റോഡിൽ കൊണ്ടുവച്ചിരിക്കാനുള്ള യോഗം, അങ്ങനെയൊക്കെ ഒരുപാട് ദുര്യോഗങ്ങളുണ്ട്. പക്ഷെ അതില്ലാതൊക്കെ രക്ഷപ്പെട്ട് വരാൻ മുൻജന്മ സുഹൃതം ഈ ജന്മത്തിലാണല്ലോ. അതേ ജോലി ചെയ്യണം എന്നല്ല, അത് ചെയ്താൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ലഗ്നത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തിന്റെ പ്രത്യേകത, ലഗ്നത്തിൽ ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷന് നല്ലതാണ്. ഓക്കെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-ന്റെ 4 1 പറയുന്നത്. 10 എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മമാണ്, നമ്മുടെ ജോലിയാണ്. 10-ന്റെ സുഖസ്ഥാനമാണ് നമ്മുടെ ലഗ്നം 1 എന്ന് പറയുന്നത്. അപ്പോൾ 1-ുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തിന് 10 മൂലമുള്ള സുഖം കിട്ടും. പ്രൊഫഷണൽ ലൈഫിലുള്ള കുറേ ഗെയിംസ് അല്ലെങ്കിൽ മനസ്സിലായ കുറേ കംഫേർട്ടുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് ആ 1-ന്റെ റെപ്രസെൻറ്റ് ചെയ്യണം നമ്മൾ ചെയ്യണം. അതായത് ആ ജോലിയിലോട്ട് പോകണമെന്നില്ല. ഇപ്പോൾ ഒരാൾ 10 ഉണ്ട്, ആ 10-ൽ അയാളുടെ സൂര്യനാണ് നിൽക്കുന്നത്, അയാൾ ചിലപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആയിരിക്കാം. പക്ഷേ അയാളുടെ ഈ പറഞ്ഞ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ കുറച്ച് പിള്ളേർക്ക് ട്യൂഷൻ എടുത്ത് കൊടുത്താലും മതി. മനസ്സിലായി? ആ ഗുരുവിൻ്റെതായിട്ടുള്ള, അതായത് വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 10-ന്റെ 4 നന്നാവും. അതായത് ലഗ്നം നമ്മൾ നന്നാക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും 10-ന്റെ 4 ലഗ്നമാണ്. അപ്പോൾ നമ്മളെ കർമ്മം കൊണ്ട് നമ്മൾക്ക് നന്നാവാൻ പറ്റും. കർമ്മം തെറ്റാണെങ്കിൽ ചീത്തയാവാൻ പറ്റും. അത് നമുക്ക് കുറേ സുഖം കിട്ടും. സുഖം ആ ജോലി സംബന്ധമായിട്ട് അങ്ങനെയും നോക്കാം. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് 8-ന്റെ 8 ആലോചിക്കുക. നിഗൂഢതയുടെയും നിഗൂഢതയാണ്. അപ്പോൾ 3 നന്നാക്കേണ്ട ആവശ്യമുണ്ട്. 3 നന്നാക്കണം.